നമ്മുടെ TV പ്രോഗ്രാം കാണുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ജയ് ഹിന്ദ് TV-യിൽ എല്ലാ ദിവസവും ജയ് ഹിന്ദ് ന്യൂസ് ചാനലിൽ രാവിലെ 6 മണിക്കുള്ള ശുശ്രൂഷകൾ കാണുന്ന ഒരുപാട് പേര് ഈ പ്രദേശങ്ങളിലുണ്ട്. ആ പ്രദേശങ്ങളിലുള്ളവരുമായിട്ട് പലരുമായിട്ട് TV പ്രോഗ്രാമിലൂടെ ഞങ്ങളെ കാണുന്നവരുമായിട്ട് അടുത്തിടപെടുമ്പോഴൊക്കെ ഈ പിതാവിൻ്റെ പേര് പലരുടെ നാവിൽ നിന്ന് കേൾക്കാനായിട്ടിടയായി. അപ്പച്ചൻ വന്ന് സുവിശേഷം പറഞ്ഞതാ, അപ്പച്ചൻ സുവിശേഷം അറിയിച്ചതാ. ഏറെ ആദരണീയനായിരിക്കുന്നു ആ മനുഷ്യൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് നമുക്കൊന്ന് ആദരിക്കാം. വലിയ ബഹുമാനത്തിന് യോഗ്യനാകുന്നു. ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങ് ചെയ്ത വിലപ്പെട്ട ശുശ്രൂഷകൾ ഈ നാടിനും ഈ ചുറ്റുപാടിനും അങ്ങേയറ്റം ആദരണീയമാണ്. കർത്താവ് ധാരാളം പ്രതിഫലത്താൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവെഴുത്ത് ദയവായി ഉപോത്ഫലകമായി വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോസ്തലനായി അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ താൻ അപ്പോസ്തലനായി ചെയ്യുന്ന തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തനിക്കുള്ള പ്രാഗൽഭ്യത്തെ വിശേഷിപ്പിക്കുന്ന വാക്യമാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചത്. 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം കുരിശിൻ്റെ വഴിയാണ്. സുവിശേഷം ക്രൂശിൻ്റെ മാർഗമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ടതാണ്. ഏറ്റവും ശപിക്കപ്പെട്ട കുരിശിൽ മരിച്ച അല്ലെങ്കിൽ കുരിശിൻ്റെ മാർഗത്തിലുള്ള ഒരു വ്യക്തിയുടെ പേരിൽ പുകഴുവാൻ ഒരു യഹൂദനും ഇഷ്ടപ്പെടാറില്ല. എല്ലാ യഹൂദന്മാർക്കും കുരിശെന്ന് കേൾക്കുമ്പം, കുരിശ് മരിച്ചവനെന്ന് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് ശാപമെന്ന് പറഞ്ഞ് സ്ഥലം വിടാറാണുള്ളത്. അങ്ങനെ പതിവുള്ളപ്പോൾ യഹൂദനായി ജനിച്ചവൻ, യഹൂദ പാരമ്പര്യത്തിൽ വളർന്നവൻ, യഹൂദ മതാനുസാരി ആയിരുന്നവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഗമാലിയേൽ എന്ന് പറയുന്ന രാജഗുരുവിൻ്റെ തൃപ്പാദത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം പഠിച്ച പൗലോസ് എന്ന് പറയുന്ന പച്ച യഹൂദൻ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കുരിശിൻ്റെ വഴിയെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ക്രൂശിൻ്റെ മാർഗത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് അപ്പോസ്തല എല്ലാ യഹൂദന്മാരും കുരിശിൻ്റെ മാർഗത്തെക്കുറിച്ച് നിരാശയിലും അപമാനത്തിലും ഇരിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് കുരിശിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ കുരിശിൻ്റെ പേരിൽ, സുവിശേഷത്തിൻ്റെ പേരിൽ അപമാനം തോന്നാത്തത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദയവായി ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം കൂടെ ശ്രദ്ധിച്ചാട്ടെ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട് ലജ്ജയില്ല എന്ന് താൻ ഇവിടെ വിശേഷിപ്പിക്കുന്നു. സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കാത്തതിൻ്റെ 3 കാര്യങ്ങൾ ഇവിടെ താൻ തന്നെ വിളിച്ചു പറയുക. എന്താ 3 കാര്യമെന്ന് അറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് താൻ പറയുമ്പം 3 കാര്യങ്ങൾ കൊണ്ടാണ് താൻ ലജ്ജയില്ല എന്ന് പറയുന്നത്. 1, വിശ്വസിക്കുന്ന ഏവനും. സുവിശേഷം വിളിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അല്ല. സുവിശേഷം വിളിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷക്കാരെ അല്ല. സുവിശേഷം വിളിക്കുന്നത് ഏവരെയുമാണ്. അതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി ഇന്ന് രാത്രി എനിക്ക് വിശേഷിപ്പിക്കുവാനുള്ളത്. സുവിശേഷത്തിൻ്റെ ശ്രോതാവ് ഇന്നയാളായിരിക്കണമെന്ന് നിർബന്ധമില്ല. സുവിശേഷം കേൾക്കുന്നവൻ ഇന്ന മതസ്ഥനായിരിക്കണമെന്ന് വ്യത്യാസമില്ല. സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കുമാണ്. സുവിശേഷം ആർക്കോ വേണ്ടിയുള്ളതല്ല. സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കുമാണ്. ആ വാക്യത്തിൻ്റെ 1-ാം ധ്വനിയാണ് നമ്മൾ ആദ്യം കണ്ടത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട് ലജ്ജയില്ല? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും. കണ്ടോ? അപ്പൊ വിശ്വസിക്കുന്ന ഏവനും, ആ പദം വളരെ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാശയമാണ്. സുവിശേഷം വിളിക്കുന്നത് ആരെയും, വഴി കൂടെ പോകുന്നവരെയും എല്ലാവരെയും,
ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളില്ലാതെ, ഓ ഹല്ലേലൂയ, യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ, ഉച്ച നീചത്വ വ്യത്യാസങ്ങളില്ലാതെ, പണ്ഡിത പാമര കുചേല കുബേല വ്യതിയാനങ്ങളില്ലാതെ സുവിശേഷം എല്ലാവരെയും വിളിച്ചിട്ട് പറയുക, വിശ്വസിക്കുന്ന ഏവർക്കും, വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പൊ ഒന്നാമത് സുവിശേഷം പ്രാധാന്യമുള്ളത് ആയത് സുവിശേഷത്തിൻ്റെ ശ്രോതാവ് ഇന്നവനായിരിക്കണം എന്നതിൽ പ്രത്യേകതയില്ല. ആർക്കും ഇത് കേൾക്കാം, ആര് കേട്ടാലും. ഇനി ആദ്യത്തേത് ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും. കണ്ടോ, വിശ്വസിക്കുന്ന ഏവനും. അപ്പൊ സുവിശേഷം വിളിക്കുന്നത് എല്ലാവരെയുമാണ്. സുവിശേഷത്തിന്റെ രണ്ടാം മുഖം ഇത് എന്തേലും ചെയ്യുന്നവർക്കുള്ളതല്ല, പിന്നെയോ വിശ്വസിക്കുന്ന ഏവർക്കും. അതിന്റെ വിശദീകരണമാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്. ഒന്ന് അടുത്ത വാക്യം കൂടെ, 17-ാമത്തെ വാക്യം കൂടെ നോക്കി. ഈ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി. ഈ സുവിശേഷത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന് ആധാരം കർമ്മമല്ല. ഈ സുവിശേഷത്തിന്റെ ആധാരം, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്ന രക്ഷ, ആ വിശ്വസിക്കുന്ന വ്യക്തി ഒന്നും ചെയ്തിട്ട് വ്യാപരിക്കുന്നതല്ല. അത് ഞാൻ പറഞ്ഞു, സുവിശേഷം വിളിക്കുന്നത് ഏവരെയുമാണ്. വഴി കാണുന്നവരെയും, ചന്തസ്ഥലത്തിരിക്കുന്നവരെയും, റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെയും, യാദർച്ഛികമായി വെട്ടം കണ്ടുവന്നവരെയും എല്ലാവരെയും സുവിശേഷം വിളിക്കുക. എന്നിട്ട് പറയുകയാണ്, ഈ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി അനുഭവിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം ഇതിനാധാരം വിശ്വാസമാണ്. ഇതിനാധാരം വിശ്വാസമാണ്. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ ഒന്ന് തൊട്ടോ, 16-ാമത്തെ വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും. നോക്കാം വാക്ക്, വിശ്വസിക്കുന്ന ആർക്കും. ആര് വിശ്വസിച്ചാലും, മതമില്ലവിടെ, ജാതിയില്ലവിടെ, വർഗമില്ലവിടെ, വർണ്ണമില്ലവിടെ, വിവേചനങ്ങളില്ലവിടെ, ഉച്ചനീചത്വങ്ങളില്ലവിടെ, താഴ്ന്നവനെ ഉയർന്നവനെന്നുള്ള സ്ഥാനമില്ലവിടെ, കാസ്റ്റ് സിസ്റ്റമില്ലവിടെ, യാതൊരു ജാതി വ്യവസ്ഥിതികളുമില്ലവിടെ. വിശ്വസിക്കുന്ന ഏവനും. എന്നിട്ട് പറയാ, ആദ്യം യഹൂദനും പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ സുവിശേഷം 4 കാര്യം ഇന്ന് രാത്രി ഞാൻ പറയുകയുള്ളൂ. അത് 2 കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1, സുവിശേഷം വിളിക്കുന്നത് ഏവരെയുമാണ്. 2, സുവിശേഷത്തിന് ആധാരം മനുഷ്യന്റെ കർമ്മമല്ല, സുവിശേഷത്തിന്റെ ആധാരം വിശ്വാസമാണ്. എന്തിലുള്ള വിശ്വാസമാ? ബസ്സിൽ കയറുന്ന ആൾക്ക് ആ ബസ് ഒരു സ്ഥലത്ത് എത്തുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലേ. 4 കാലുള്ള ആ കസേരയിൽ എന്നാ ഉറപ്പിലായിരിക്കും? 100 കിലോ, 85 കിലോ, 64 കിലോ, 110 കിലോ ഒക്കെ ഉള്ള അച്ചായന്മാരെ എന്നാ ഉറപ്പില്ല 4 കസേരയിൽ ഇരിക്കുന്നത്. അതും ഒരു പരിധി വരെ ഒരു വിശ്വാസമാണ് അല്ലേ. വിശ്വാസത്തിൻ്റെ പേരിലാണ് അവിടെ ഇരിക്കുന്നത്. ഈ കസേരയ്ക്ക് എന്നെ താങ്ങാൻ കഴിയുമെന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ് അവിടെയും ഇരിക്കുന്നത് അല്ലേ. ഇത് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു വസ്തുവിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസമല്ല ബിബ്ലിക്കൽ ഫെയ്ത്ത്, ബൈബിൾ പറയുന്ന അപഗ്രഥിക്കുന്ന വിശ്വാസം. വിശ്വാസം ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ബൈബിൾ പറയുന്ന വിശ്വാസം ഒരു വ്യക്തിയിൽ ആരംഭിച്ച് ഒരു വ്യക്തിയിൽ തുടർന്ന് ഒരു വ്യക്തിയിൽ അവസാനിക്കുന്നതാണ്. ആ വ്യക്തി വേറെ ആരുമല്ല, നമ്മുടെ ആരാധ്യ പുരുഷനായ യേശുവിലാണ്. ബൈബിൾ പറയുന്ന വിശ്വാസം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, ആ വ്യക്തി യേശുവാണ്. ഇനി ഈ ആശയത്തെ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം ഒരാളുടെ വിശേഷമാണെന്ന് അറിയാമല്ലോ. എന്താണ് സുവിശേഷം? സുവിശേഷം ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാകുന്നു സുവിശേഷം. ഈ സുവിശേഷം യേശു ജനിച്ചു, യേശു ജീവിച്ചു, യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ആർക്കും, ഏവനും, ഹൂഎവർ, ആര് വിശ്വസിച്ചാലും, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക്
എന്തുവാകുന്നു എന്നാ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചോ 16-ാമത്തെ വാക്യം. സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല, എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും. യഹൂദന്റെ ഇടയിലാണ് ഇത് തുടങ്ങി. അതുകൊണ്ട് ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞേ. യഹൂദന്റെ ഇടയിൽ യേശു യഹൂദനായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. യഹൂദന്റെ ഇടയിലായത് തുടങ്ങി. അതുകൊണ്ട് ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞേ. ആദ്യം യഹൂദനും പിന്നെ യവനനും. പിന്നെ യവനരുടെ ഇടയിലേക്ക് അത് ചലിച്ചത്. ആദ്യം യഹൂദൻ, പിന്നെ യവനൻ, പിന്നെ അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. മൂന്നാമത്തെ പ്രധാന ചിന്തയിലേക്ക് വരികയാണ്. സുവിശേഷം ഒരു ഐഡിയോളജി അല്ല, സുവിശേഷം ഒരാശയമല്ല, കെട്ടുകഥയല്ല, സുവിശേഷം ആരോ പറഞ്ഞ ഐതിഹ്യമല്ല, സുവിശേഷം ഒരു പണിയില്ലായിരുന്ന കുറെ പേര് കുത്തിക്കുറിച്ച് വെച്ചതല്ല, സുവിശേഷം ദൈവശക്തിയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിനകത്ത് ദൈവശക്തിയുണ്ട്. സുവിശേഷം പറയുന്ന വ്യക്തി ദൈവശക്തിയെ തുറന്നു വിടുന്നവനാണ്. സുവിശേഷകൻ ദൈവശക്തിയെ ചുമക്കുന്നവനാണ്. സുവിശേഷം ദൈവശക്തിയുടെ പ്രദർശനമാണ്. ഈ ദൈവശക്തിയാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു 12 ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് സുവിശേഷം പറയുക എന്ന ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചയച്ചപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. മുക്കുവന്മാർ, സാധാരണക്കാർ, ടാക്സ് കളക്ടർമാർ, ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവർ, സാധാരണക്കാരായ സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങളുടെ കൈവപ്പിനാൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ ആ വചനം വായിച്ചിട്ട് പല സന്ദർഭങ്ങളും അതിശയിച്ച് ദൈവത്തോട് ചോദിച്ചു, ഇവരുടെ കയ്യാൽ എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പോഴെല്ലാം എനിക്കൊരു കാര്യം മനസ്സിലായി. അത് ഞാൻ പറയാൻ പോവാ. കരമടിച്ച വാക്യത്തെ സ്വീകരിച്ചോണം. ഇവരുടെ ശക്തിയാലല്ല, ഇവർ കൊണ്ട് നടക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. ഹല്ലേലൂയ. ഒരു മുടന്തൻ നടക്കുന്നെങ്കിൽ ഓർത്തോ, അത് പറഞ്ഞ വ്യക്തിയുടെ ശക്തിയല്ല, പറഞ്ഞ വ്യക്തി പറഞ്ഞ വിശേഷത്തിനകത്ത്, സുവിശേഷത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് വ്യക്തിയെ വിടുവിക്കുന്നത്. കരങ്ങളെ അടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ഈ വിശേഷം നൂറ്റാണ്ടുകളായി, നാളുകളായി ഈ ദേശത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഈ സുവിശേഷം ഈ ദേശത്ത് മുഴങ്ങുകയാണ്. സുവിശേഷം വിളിക്കുന്നു മാനവജാതിയെ മുഴുവൻ. സുവിശേഷം വിളിക്കുന്നു വിശ്വസിക്കുന്ന ഏവരെയും. സുവിശേഷം വിളിക്കുന്നു യാതൊരു പരിധിയും പരിമിതിയും കൂടാതെ വിശ്വസിക്കുന്ന ആരെയും സുവിശേഷം വിളിക്കുന്നു. എന്നിട്ട് സുവിശേഷം പ്രഖ്യാപിക്കുന്നു, ഇതിനാധാരം നിങ്ങളുടെ കർമ്മമല്ല, നിങ്ങളൊന്നും ചെയ്ത് നേടുന്ന രക്ഷയല്ലിത്. ക്രൂശിൽ യേശു ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന രക്ഷയാണിത്. അപ്പൊ സുവിശേഷം, യഥാർത്ഥ സുവിശേഷം അത് ചെയ്യ്, ഇത് ചെയ്യ്, അവിടെ വന്ന് ഇത് ചെയ്യ്, ഇവിടെ വന്ന് ഇത് ചെയ്യ് എന്നുള്ളതല്ല. യഥാർത്ഥ സുവിശേഷം യേശു ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടുന്നതാണ്. ദൈവമായ യേശുവിനെ ആര് വിശ്വസിക്കുന്നോ അവരിലേക്ക് വ്യാപരിക്കുന്ന മഹാശക്തിയാണ് സുവിശേഷത്തിൻ്റെ ആകത്തുക അഥവാ സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് ലജ്ജയില്ല ഇതിനെക്കുറിച്ച്. സാധാരണ രീതിയിൽ ഒരു യഹൂദനായിരിക്കുന്ന ഒരാൾ പോലും സുവിശേഷത്തെക്കുറിച്ച് അഭിമാനിക്കത്തില്ല, അപമാനിതരാവുകയുള്ളൂ. കാരണം കുരിശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആരേലും കുരിശെ തൂങ്ങിയാൽ ആ തൂങ്ങിയവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുത്ത് കിടക്കുന്നുണ്ട്. കുരിശിൻ്റെ മാർഗം, കുരിശ് വരയ്ക്കുമ്പോഴേ ഇവന് വെറുപ്പാ. ഹല്ലേലൂയ. ഏതെങ്കിലും പള്ളിയുടെ അൽത്താരയിലോ ഏതെങ്കിലും പ്രധാന സ്ഥലത്തോ കുരിശ് കാണുകയാണെങ്കിൽ യഹൂദൻ പുച്ഛിച്ച് കടന്നു പോകും. കാരണം കുരിശെന്ന് പറയുന്നത് അവൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നവനെ ആ ശിക്ഷ നടപ്പിലാക്കി തൂക്കിയിടുവാനുള്ള സ്ഥലമാണ്. കുരിശിൽ ഒരു യഹൂദനും പ്രശംസിക്കുന്നില്ല. പക്ഷേ യഹൂദനായി ജനിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, തീവ്രവാദി പോലെ യഹൂദ മതത്തിൻ്റെ മതാനുസാരി ആയിരുന്നവൻ, സുവിശേഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ നെഞ്ചും നെറ്റിയും വിളിച്ചു പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ പുറകെ പോയി ചോദിച്ചു, എന്തുകൊണ്ടാ അപ്പോസ്തല അങ്ങ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത? അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, മോനെ, ഇതിനകത്തൊരു വലിയ ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി ഇന്ന് രാത്രി ചാത്തങ്കിരി കടവിൽ വന്നിരിക്കുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആ ദൈവശക്തിയുടെ പ്രകടനങ്ങളാ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ദൈവശക്തിയുടെ പ്രകടനങ്ങളാ ഒരു രോഗി സൗഖ്യമാകുന്നത്. ആ ദൈവശക്തിയുടെ പ്രകടനമാണ് ഒരു പിശാചിന്റെ ബാധയിലായിരിക്കുന്ന ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നത്. ആ ദൈവശക്തിയാണ് സുവിശേഷത്തിനകത്തെ കേന്ദ്രബിന്ദു. 3 കാര്യം ഞാൻ പറഞ്ഞത് പിന്നെയും ആവർത്തിക്കാം. സുവിശേഷം വിളിക്കുന്നത് ഏവരെയുമാണ്. 1, 2, സുവിശേഷത്തിന് ആധാരമായിരിക്കുന്നത് മാനുഷിക കർമ്മങ്ങളല്ല. യഥാർത്ഥ സുവിശേഷം അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇവിടെ വാ, ഇവിടെ വന്ന് അത് ചെയ്യ്, ഇതല്ലേ അല്ല. യഥാർത്ഥ സുവിശേഷം യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷ. ഇതാണ് യഥാർത്ഥ സുവിശേഷം. സുവിശേഷം കർമ്മമാർഗമല്ല, സുവിശേഷം വിശ്വാസമാർഗമാണ്. സുവിശേഷത്തിനകത്ത് 3-ാമത് ഞാൻ പറഞ്ഞത് ദൈവശക്തിയുണ്ട്. 4-ാമത് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഈ പ്രാണിക്കൊന്നും നോട്ടീസ് കൊടുത്ത് നമ്മൾ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ എന്തുമാത്രം പ്രാണികളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി. ഏതേലും പ്രാണിയെ നോട്ടീസ് കൊടുത്ത് വിളിച്ചോ? ഈ വെളിച്ചം കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് എരച്ചു വരും ഇവർ. ഇതിൻ്റെ സ്വഭാവവും ലോകത്തിൻ്റെ സ്വഭാവവും ഇങ്ങനെ തന്നെയാണ്. അതാ യേശു പറഞ്ഞ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കും. ലോകത്തിൻ്റെ വെളിച്ചമായി യേശു ഉയർത്തപ്പെടുമ്പം സകലരെയും അങ്ങോട്ട് ആകർഷിക്കും. ഇതുപോലെ ഒരു ആകർഷണം ഈ ദിവസങ്ങളിൽ ഈ ദേശത്ത് നടക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഒന്ന് യേശു കർത്താവിന് മഹത്വം കൊടുത്തേ. ഇന്ന് രാത്രി 3-ാമത് ഏറ്റവും പ്രധാനപ്പെട്ടതായി 4-ാമത് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രമേയം കൂടെ വേഗത്തിൽ നിങ്ങളുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരട്ടെ. 17-ാമത്തെ വാക്യമാണത്. 16, 17 ഒന്നുകൂടെ വായിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അടുത്ത പദം അതിൽ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി. കണ്ടോ, ഇതാണ് അടുത്തത്. അപ്പൊ ഈ സുവിശേഷത്തിൽ പരിഗണിക്കപ്പെടുന്നത് മനുഷ്യന്റെ പ്രവൃത്തി അല്ല. ഈ സുവിശേഷം കർമാചാരമല്ല എന്ന് പറഞ്ഞപ്പോ മറു ചോദ്യം ഉണ്ടാവും. പിന്നെ എന്നതാ ഈ സുവിശേഷത്തിൻ്റെ അകത്ത്? പിന്നെ എന്നതാ നമ്മുടെ കർമ്മമില്ല, പിന്നെ എന്നതാ പിന്നെ ഈ സുവിശേഷത്തിനകത്തുള്ളേ? അതിൻ്റെ വിശദീകരണമാണ് 17-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ, ഈ സുവിശേഷത്തിൽ, അതിൽ അവിടെ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവാ. ഇതിനകത്ത് പ്രകടമായിരിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്നത് പറയുവാൻ താല്പര്യമുണ്ട്? സുവിശേഷത്തിൽ പ്രകടമായിരിക്കുന്നത് എൻ്റെ നീതി പ്രവൃത്തി അല്ല, ദൈവത്തിൻ്റെ നീതിയാണ്. ഹല്ലേലൂയാ. സുവിശേഷത്തിനകത്ത് പ്രകടമായിരിക്കുന്നത് നീതി എന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഒരു വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യമായി ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന നീതിയെയാണ് ഒരു വ്യക്തി വിശ്വാസത്താൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 1-ാം അധ്യായം മുതലേ ഇത് പറഞ്ഞു പോയിട്ട് പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, യേശു ദൈവമെന്ന് ഹൃദയം കൊണ്ട് നീതി. 10:10 റോമർ 10:10 വേണമെങ്കിൽ ഒന്ന് വായിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 9-ഉം 10-ഉം വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്ക്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. കണ്ടോ, അപ്പൊ സുവിശേഷം പറഞ്ഞത് വിശ്വസിക്കാനാ. എന്നാ വിശ്വസിക്കാനാ? നീതിക്കായി. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, നീതിക്ക് വേണ്ടി വിശ്വസിക്കുക. അപ്പം 4 കാര്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. സുവിശേഷം എല്ലാവരെയും ക്ഷണിക്കുന്നു. സുവിശേഷത്തിൻ്റെ ക്ഷണത്തിൻ്റെ പരിധിക്കകത്തുള്ളവർ, സുവിശേഷം ക്ഷണിക്കുന്ന പരിധിക്കകത്തുള്ളവർ ഏതോ ജാതി മതസ്ഥരല്ല, നാനാജാതി മതസ്ഥർ ആർക്കുമാകാം. സുവിശേഷത്തിന് ആധാരം നിങ്ങളുടെ വിശ്വാസമാണ്. എന്ത് വിശ്വാസം? യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ സുവിശേഷത്തിൻ്റെ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവനീതി വന്ന് നിറയുന്നു. മാനവജാതിക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. അത് ഈ റോമർക്ക് എഴുതിയ ലേഖനം ദയവായി നിങ്ങൾ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ ഒന്ന് തുറന്ന് 6 മണിക്ക് ആ ജയ് ഹിന്ദ് ചാനൽ ഒന്ന് വെച്ച് കേട്ടാൽ
ഞാൻ ഈ പറയുന്നതിൻ്റെ തുടർമാനമായുള്ള ഭാഗം നാളെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. ശ്രദ്ധിച്ച് കേൾക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന എവർക്കും ആദ്യ യഹൂദനും പിന്നെ എവനും അത് ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, അതിൽ ദൈവത്തിൻ്റെ നീതി. ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതിയിലേക്ക് മനുഷ്യനെ കയറ്റാനുള്ള ദൈവമൊരുക്കിയ മാർഗമാണ് സുവിശേഷം. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. സ്വയനീതിയുടെ പരാജയം തിരിച്ചറിഞ്ഞ മനുഷ്യനെ, സ്വയനീതി പ്രവൃത്തി കൊണ്ട് തകർന്നു പോയ മനുഷ്യനെ ദൈവനീതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ദൈവിക ക്ഷണമാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദു. സുവിശേഷം വിളിക്കുന്നത് സ്വയനീതിയിൽ നിന്ന് ദൈവനീതിയിലേക്കാണ്. സുവിശേഷം വിളിക്കുന്നത് സ്വയനീതിയുടെ പരാജയത്തിൽ നിന്ന് ദൈവനീതിയുടെ വിജയത്തിലേക്കാണ്. അതാ 10:10 പറഞ്ഞത്, ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി, നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സുവിശേഷത്തിന് ഇതിൽ പരം ഒരു വിവരണം നൽകേണ്ട ആവശ്യമില്ല. സുവിശേഷം വളരെ സുതാര്യമാണ്. സുവിശേഷം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതൊരു മാനവജാതിക്കും സുവിശേഷം കേട്ടാൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ്. സുവിശേഷം കുറേ കൽപ്പനകളുടെ ആചരണമല്ല. സുവിശേഷം ദൈവനീതിയിലേക്ക് മനുഷ്യനെ ദൈവം വിളിക്കുന്ന ക്ഷണമാണ്. കാരണം ദൈവനീതിക്ക് വിധേയപ്പെടാത്തതാണ് ദൈവത്തോട് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം. ആദം ചെയ്ത അപരാധം സ്വയനീതിയിൽ ആശ്രയിച്ച് ദൈവനീതിയിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനവജാതിയെ മുഴുവൻ ദൈവം തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവനീതിയിലേക്കാണ്. ആ നീതിയിലേക്ക് മനുഷ്യനെ കണക്ട് ചെയ്യാൻ വേറെ ഒരു വഴിയുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുതാര്യമായ സുവിശേഷം, ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം എല്ലാവർക്കും മനസ്സിലാകുന്ന സുവിശേഷം. ഈ സുവിശേഷം വിളിക്കുന്നത് എല്ലാവരെയുമാണ്. ഈ സുവിശേഷത്തിൻ്റെ ശ്രോതാക്കൾ ആരുമാകാം. ഈ സുവിശേഷം ആർക്കും സ്വീകരിക്കാം. ഈ സുവിശേഷം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ്. ഈ സുവിശേഷത്തിൽ കർമ്മങ്ങളില്ല. ഈ സുവിശേഷം കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ സുവിശേഷത്തിനകത്ത് ഒരു ദൈവശക്തിയുണ്ട്. ഈ സുവിശേഷം സ്വയനീതിയുടെ പരാജയം കണ്ടറിഞ്ഞ മനുഷ്യനെ ദൈവനീതിയോട് ബന്ധപ്പെടുത്തുവാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ്. ഒരു വ്യക്തി ദൈവിക നീതിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഹൃദയം കൊണ്ട് നീതിക്കായി യേശു ദൈവമെന്ന് വിശ്വസിക്കേണ്ടത്. ഈ വിശ്വാസത്താൽ ഈ സുവിശേഷം ഇന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന മുഴുവൻ പേരുടെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ചു തുടങ്ങുന്നു. 2 കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനായ യേശുവിനെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങാം നമുക്ക്. ഹല്ലേലൂയ. സുവിശേഷത്തിനകത്ത് മാനുഷിക കൈകടത്തലുകളില്ല. സുവിശേഷത്തിനകത്ത് മാനുഷിക പ്രവൃത്തികളില്ല. സുവിശേഷം പൂർണ്ണമാകുന്നത് നിങ്ങളുടെ പ്രവൃത്തിയാലല്ല. സുവിശേഷം പൂർണ്ണമായത് യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാണ്. ഞാൻ അറിയുന്ന യേശുവിൻ്റെ മാർഗം ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ എൻ്റെ കയ്യിൽ തന്ന യേശുവിൻ്റെ മാർഗമല്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ആരും ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസത്താൽ രക്ഷ സൗജന്യമായി വ്യക്തികൾക്കുള്ളിലേക്ക് വരികയാണ്. ആ രക്ഷയെ സ്വീകരിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ മടിക്കണ്ട. ഈ പരസ്യ സ്ഥലത്ത് ആ 2 കരങ്ങളെ ഉയർത്താന്നിടത്തോളം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുക, യേശുനാഥ. 2 കരങ്ങൾ ഉയർത്തിക്കാട്ടെ. യേശുനാഥ. എല്ലാ മക്കളും വിളിച്ചു പറയുക, ഈ സൗജന്യമായ നീതി ഇന്ന് നിങ്ങൾക്ക് പ്രസിദ്ധമായി വന്നിരിക്കുന്നു. ഈ സൗജന്യമായ നീതി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഈ സൗജന്യമായ നീതി നിങ്ങളുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നു. ഹൃദയം കൊണ്ട് ദൈവനീതിയാൽ നിറയുന്ന മിനിറ്റുകളാണിത്. ഹൃദയം കൊണ്ട് ദൈവനീതിയാൽ നിറയുന്ന മിനിറ്റുകളാണിത്. നിങ്ങളുടെ ഉള്ളത്തെ കർത്താവിൻ്റെ നീതി കൊണ്ട് ദൈവം നിറയ്ക്കുന്ന മിനിറ്റുകളാണിത്. എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുക, യേശുവേ. എല്ലാവരും വിളിക്കുക, യേശുവേ. നീതിക്ക് വേണ്ടി ഞാൻ ഹൃദയം കൊണ്ട് അങ്ങ് ദൈവമെന്ന്. വഴിത്തലക്കൽ കരമുയർത്തി നിൽക്കുന്നവരെ നിങ്ങൾ ഉറച്ചു പറയുക, യേശുവേ. അങ്ങ് ഏക സത്യ ദൈവമെന്ന് എന്റെ ഹൃദയം കൊണ്ട് നീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സ്വയനീതിയുടെ പരാജയം ഞാൻ തിരിച്ചറിയുന്നു. ദൈവനീതിക്ക് വേണ്ടി നീതിമാനായ യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വീകരിക്കുന്നു. യേശുവേ. യേശുവേ. എല്ലാവരും
ആദ്യം വിളിക്കുക, യേശുവേ യേശുവേ എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. യേശുവേ 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 എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി, അങ്ങയുടെ മകളാക്കി എന്നെയും തീർക്കണമേ. എന്നെയും തീർക്കണമേ. അങ്ങന്റെ രക്ഷിതാവെന്നും അങ്ങന്റെ രക്ഷിതാവെന്നും അങ്ങന്റെ കർത്താവെന്നും അങ്ങന്റെ കർത്താവെന്നും എന്റെ രക്ഷയ്ക്കായി എന്റെ രക്ഷയ്ക്കായി ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് യേശുവേ യേശുവേ അങ്ങേ സ്വാഗതം അങ്ങേ ചെയ്യുന്നു. ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. പ്രിയ പിതാവേ, ഇന്ന് യേശുവിൻ നാമത്തിൽ സുവിശേഷത്തെ വിശ്വസിക്കുന്ന മാനവജാതിക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്ന ഏവരെയും വിളിക്കുന്ന സുവിശേഷത്തിൻ്റെ വിളി കേട്ട്, ക്ഷണം കേട്ട്, ആഹ്വാനം കേട്ട് രണ്ട് കരവും ഉയർത്തി ജീവിതത്തിൻ്റെ പരാജയം തുറന്നു പറഞ്ഞു നിൽക്കുന്ന ഈ നിന്റെ മക്കളുടെ മേൽ കരുണാ കടാക്ഷവുമായി അവിടെ നിറങ്ങി വരുമാറാകണമേ. യേശുവേ കരുണയുടെ സാഗരമേ, കരുണയുടെ സാഗരമേ, ഇപ്പോൾ തന്നെ അവിടുത്തെ കരുണ ഒരു നദി പോലെ ഈ നിന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ. ഓരോ ഹൃദയങ്ങളെയും നിറയ്ക്കുന്ന അവിടുത്തെ പരിശുദ്ധമായ അഭിഷേകത്താൽ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് നിറയ്ക്കുന്നതിനായിട്ട് നന്ദി. യേശു തന്നെ ദൈവമെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തന്നെ ദൈവമെന്ന് ഞങ്ങളുടെ അധരം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. നീതിക്കായി ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. ഈ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ജോലി സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ചാത്തങ്കിരി ദേശത്തേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വീടുകളിലേക്ക് ഓരോ മക്കളും സ്വീകരിച്ചാട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് സ്വീകരിച്ചാട്ടെ. നന്ദി യേശുവേ എന്ന് പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ഇപ്പോൾ തന്നെ അത് വന്ന് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം കൊണ്ട് സർവശക്തനായവൻ, സർവശക്തനായവൻ, അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യപിതാവായവൻ അവിടുത്തെ വലിയ മഹത്വവുമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങളുടെ മഴ ഇവിടെ പെയ്തിറങ്ങുന്നു. കുറെ പേര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. കണ്ണുകൾക്ക് കാഴ്ച, ചെവികൾക്ക് കേൾവി, മുടന്തുള്ള കാലുകൾക്ക് ജീവൻ, പ്രയാസപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, കടഭാരത്തിന്റെ നടുവിൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന വീടുകൾ യേശുവേന്ന് വിളിച്ച് വിടുതലുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നോ രണ്ടോ പേരല്ല, പലരുടെ മേലെ കർത്താവിന്റെ മഹത്വം ഒരു പെരുമഴ പെയ്തിറങ്ങുന്ന പോലെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുനാഥാന്ന് വിളിക്കുക, യേശുവേന്ന് വിളിക്കുക, കർത്താവേന്ന് വിളിക്കുക. ജോസ് ബ്രദറെ, ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ആ വീടിന്റെ വാതിക്കൽ ഇരിക്കുന്ന ആള് വരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ചേച്ചി, ആ കൈയൊന്ന് ഉയർത്തിക്കേ, കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. കർത്താവിന്റെ കരം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. യേശുനാഥൻ നിങ്ങളെ അവിടെ അങ്ങ് എഴുന്നേറ്റ് നിന്നോ. യേശുവേന്ന് വിളിച്ചങ്ങ് എഴുന്നേറ്റ് നിന്നോ. അങ്ങ് യേശുവേന്ന് വിളിച്ചങ്ങ് എഴുന്നേറ്റ് നിന്നോ. കർത്താവിന്റെ കരം ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. യേശുനാഥൻ നിങ്ങളെയും സ്പർശിക്കുകയാണ്. ഈ ചുറ്റുപാടുകളുള്ള വീടുകളിലേക്ക്, ഈ വഴിത്തലക്കൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. യേശുവേന്ന് വിളിക്കുന്ന അത്രയും പേരും ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ പോകുകയാണ്. കർത്താവേന്ന് വിളിക്കുന്ന അത്രയും പേരും ഈ മിനിറ്റിൽ തന്നെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ പോകുകയാണ്. രോഗികളായി വന്നിരിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രയാസത്തിലായിരിക്കുന്ന മക്കൾ, നിങ്ങളുടെ ഉള്ളു തുറന്ന് യേശുവുമായി സംസാരിച്ചോ. ഇപ്പോൾ യേശുവുമായി സംസാരിച്ചോ. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈവച്ചിട്ട് എൻ്റെ യേശുവേ എനിക്കിത് മാറ്റി തരണേ എന്ന് നിങ്ങൾ ഉള്ളു തുറന്ന് വിളിച്ചോ. നിശ്ചയമായും നിങ്ങൾ ഇന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് യേശുനാഥൻ ഇവിടെ വന്നിരിക്കുന്നത്. വഴിത്തലക്കിലായിരിക്കാം നിൽക്കുന്നത്, സാരമില്ല. നിൽക്കുന്ന സ്ഥലത്ത്, ആ രോഗമുള്ള സ്ഥലത്തേക്ക് കരങ്ങളെ വെച്ചുകൊണ്ട് ആ വാഹനത്തിനകത്തിരിക്കുന്ന വ്യക്തി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു.
ആ വാഹനത്തിന്റെ അടുത്ത് തങ്കച്ചായ ഒന്നും കൊണ്ട് ഓടിച്ചെന്ന ആ വാഗണാറിനകത്തിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവിന്റെ കരം തൊട്ടുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ മേൽ യേശുവിന്റെ ശക്തി വന്നടിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുന്നു. യേശു പറയുന്നു, ഇന്ന് ആ കൈകാലുകളിലേക്ക് ബലം വ്യാപരിക്കുകയാണ്. ഇല്ലാത്ത ജീവൻ ഇന്ന് ആ കൈകാലുകളിലേക്ക് ചലിക്കുകയാണ്. ആ കാലിലേക്ക് കൈ ഓടിച്ചു പ്രാർത്ഥിച്ചു തങ്കച്ചായ, ഇപ്പോ തന്നെ സൗഖ്യം നടക്കുക. ആ മനുഷ്യൻ സൗഖ്യമാവുകയാണ്. ഓ, അയാളുടെ മാരക രോഗങ്ങൾ ആ ശരീരത്തിൽ നിന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വിളിച്ചു. ഈ സമയത്ത് തന്നെ ആസ്മ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ആസ്മ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ആസ്മ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ആസ്മ രോഗികൾ 27 വർഷമായി ആസ്മയുടെ പിടിയിലായിരിക്കുന്ന ഒരമ്മ യേശുവേ എന്ന് വിളിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ ആസ്മ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. കർത്താവിന്റെ കരം ആ മകളുടെ ശരീരത്തിലേക്ക് വന്നടിക്കുന്നു. യേശു തൊടുന്നു. തങ്കച്ചായ, അത് എന്നാ പറ്റിയതാ? എന്നാ പറ്റിയതാ? അത് വീണിട്ട് അരക്ക് ആൾപ്പോട്ട് തളർന്നു പോയത്. ആ മനുഷ്യന്റെ വലത്തെക്കാലും ഇടത്തെക്കാലും ചലിപ്പിക്കാൻ പറ. വലത്തെക്കാലും ഇടത്തെക്കാലും ചലിപ്പിക്കാൻ പറയുക. അയാളുടെ കാലിലേക്ക് ഇപ്പോൾ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. ഈ മീറ്റിംഗ് തീരുന്നതിനിപ്പുറം ഞാൻ അങ്ങോട്ട് വരാം. കർത്താവ് ആ മനുഷ്യനെ ഇന്ന് എഴുന്നേൽപ്പിക്കും. അത് യേശുവിന്റെ നാമത്തിൽ. ആ കൈ ഉയർത്തി നിൽക്കുന്ന ആള്, ആ കൈ ഉയർത്തി നിൽക്കുന്ന ചേച്ചി, അവരെ വിളിച്ച് ചേച്ചി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ഓടിവാ. യോ, ആണ്ടേ ആ ചേച്ചി സൗഖ്യമാകുന്നു. ഓടിക്കൊണ്ടുവാ ചേച്ചി. ഓടിവാ. ഓഫ്, ആ മകള് സൗഖ്യമാകുന്നു. കർത്താവിന്റെ ശക്തി ആ മകളുടെ മേൽ അടിക്കുന്നു. എന്റെ കർത്താവേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ എന്ന് പറഞ്ഞേ. എന്നാ ചേച്ചി പേര്? റീന ചേച്ചി. ചേച്ചി അവിടെ ഇരുന്നപ്പോ യേശു എന്നെ കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ തലയുടെ ഈ സൈഡിൽ ഞാൻ ഈ വിരൽ വെക്കുന്ന ഈ സ്പോട്ട് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് ഈ രണ്ട് സൈഡിലൂടെയും ഒരു ഞരമ്പിന്റെ തകരാറ് നിമിത്തം വിട്ടുമാറാത്ത തലവേദനയുടെ ഉടമസ്ഥയാണ് നിങ്ങളെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നേ? ശരിയാണോ? ഇതെന്നാ സംഭവിച്ചതാ? ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഇതെന്നാ? എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? കുറേ നാളായി ചേച്ചി. ഈ ഒരൊറ്റ മിനിറ്റിൽ ഇത് സൗഖ്യമാവുകയാണ്. വേറെ ഒന്നും വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കരത്തെ തന്നെ വിശ്വസിച്ചോ. ഓ, ഈ നിങ്ങളെല്ലാവരും കണ്ടോണേ, ഈ മകളുടെ മേൽ കർത്താവിന്റെ മഹാശക്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ മഹാശക്തി അടിക്കട്ടെ. കർത്താവിന്റെ മഹാശക്തി അടിക്കട്ടെ. സ്തുതിച്ചോ. ശരീരത്തിൽ ഈ മകള് മാത്രമല്ല, ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വർഗീസ് എന്ന് പേരുള്ള ഒരാളെയും കൂടെ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നു. ഇവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വർഗീസ് എന്ന് പേരുള്ള ഒരാളെയും കൂടെ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഗീസ് എന്ന് പേരുള്ള ചേച്ചി, വർഗീസ് എന്ന് പേരുള്ള ഒരാളെയും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. യേശുവേ എന്ന് വിളിച്ചോ. ഇപ്പം ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വർഗീസ് എന്ന് പേരുള്ള ഒരാളെയും കൂടെ യേശു തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പൗണ്ടിൽ വർഗീസ് എന്ന് പേരുള്ള ആള് വന്നിട്ടുണ്ടോ? അത് വർഗീസാ. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക വർഗീസിന്റെ മേൽ. വർഗീസിന്റെ കാലിന് ബലം വന്നുകൊണ്ടിരിക്കുക. വർഗീസ് എഴുന്നേറ്റ് നടക്കാറാകുമ്പോ ഇങ്ങോട്ട് നടത്തിക്കൊണ്ട് പോരെ. കർത്താവിന്റെ ശക്തി വർഗീസിന്റെ കാലിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വർഗീസിന് ബലം വന്നു കഴിഞ്ഞു.
കരങ്ങളെ അടിച്ചു. ഓ ശക്തിയോടെ. ഓ തളർന്നു വന്ന മനുഷ്യനിതാ വാഹനത്തിനകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരുന്നു. ശക്തിയോടെ, 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 ശക്തിയോടെ യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. ഓ അയാളുടെ കാലുകളിലേക്ക് ബലം വരുന്നു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ വർഗീസ് എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ആ വർഗീസ് ഇപ്പൊ സൗഖ്യമാവുകയാണ്. നടത്തിക്കോ, നടത്തിക്കോ, ഇനി പോരെ വർഗീസേട്ടാ. ഓ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി ആ കാലിലേക്ക് ഇറങ്ങുന്നു. ആ കാലില് ഓ അയാളുടെ കാലിന് ജീവൻ വന്നോണ്ടിരിക്കുക കേട്ടോ. നടത്തിക്കാട്ടെ, നടത്തിക്കാട്ടെ, നടന്നു വന്നാട്ടെ, കാലെടുത്തെടുത്ത് വെച്ച് നടന്നു വന്നാട്ടെ. യേശുനാഥൻ ചാത്തങ്കരി കടവ് വന്നിരിക്കുക. കർത്താവ് ചാത്തങ്കരി വന്നിരിക്കുക. യേശുവേ എന്നൊന്നങ്ങ് വിളിച്ചാ മതി, വേറെ ഒന്നും നോക്കണ്ട, ഇടവും വലവും നോക്കണ്ട. വർഗീസേട്ടാ ഇത് എന്നാ പറ്റിയതാ? ഞാൻ താഴെ വീണു. താഴെ വീണിട്ട് എൻ്റെ അരവശത്ത് ബോള് പൊട്ടിപ്പോയി. എത്ര ഉയരത്തിൽ നിന്നാ വീണേ? ഓഫ്, പൊട്ടിപ്പോയി, ബോള് പൊട്ടിപ്പോയി. അങ്ങനെയാ ഈ സ്ഥിതിയിലായേ. മുണ്ട് മടക്കി കൊടുത്തു വർഗീസേട്ടാ. ആ എവിടെ വീഴത്തില്ല, യേശുനാഥൻ പിടിച്ചിരിക്കുക. ഒന്ന് കരം അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. രാജാതി രാജനെ, ഓ യേശുനാഥനെ, ഇങ്ങോട്ട് പോരെ വർഗീസ് മോനെ, വർഗീസ് മോനെ ഇങ്ങോട്ട് പോരെ. യേശുനാഥനാ വിളിക്കുന്നേ. ഓ നിങ്ങളൊന്ന് കണ്ടേ ആ കാലുകൾ ചലിക്കുന്നത്. ഓ യേശുവിനൊന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ. വർഗീസേട്ടാ എന്നേലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന്? പ്രതീക്ഷയില്ലായിരുന്നു. കരമടിച്ച് ചാത്തങ്കരി ദേശത്ത് ഈശോ മശിഹ വന്നിരിക്കുക, കർത്താവ് വന്നിരിക്കുക. ചേച്ചി യേശുവിനെ, ചേച്ചി യേശുവിനെ ചേച്ചി തൊടുന്നു, ചേച്ചിനെ യേശു തൊടുന്നു. ഹല്ലേലൂയ. ചോദിക്കുന്ന ഓരോരുത്തരെയും ആ മകളെ യേശു തൊടുന്നു. ചാടി എഴുന്നേറ്റോ മകളെ, ഈ തിട്ടലോട്ട് കയറി നിന്നോ, കൈ രണ്ടും ഉയർത്തി പിടിച്ചോ. ഞാൻ ഈ പറയുന്ന മിനിറ്റിൽ നിന്റെ ശരീരത്തിലേക്ക് കരണ്ട് അടിക്കുന്ന പോലെ ഒരു ദൈവശക്തി വന്നിറങ്ങും. അടിയുന്നു. ഒരാളോട് ഒന്ന് പോയി പിടിച്ചേനെ. ഓടിച്ചല്ലേ, ഓടിച്ചല്ലേ, ഓടിച്ചല്ലേ സിജി. എന്തുവാ സിജി, ഓടിച്ചല്ലേ സിജി. ഓ കർത്താവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി. ആണ്ടേ ആണ്ടേ 11 വർഷത്തെ ഹോർമോൺ ഇൻബാലൻസിങ്ങുകൾ ആ ശരീരത്തിൽ, ഓ ഹോർമോൺസിന്റെ വേരിയേഷൻസ് ആ ശരീരത്തിലുണ്ട് എന്ന് യേശു വെളിപ്പെടുത്തുന്നു. ശരിയല്ലേ, ശരിയല്ലേ? ഹോർമോൺ ഇൻബാലൻസ് അല്ലേ? സൗഖ്യമാകുന്നു, സൗഖ്യമാകുന്നു. ഹൈപ്പോ തൈറോയിഡിസം അല്ലേ? ഹൈപ്പോ തൈറോയിഡിസമാ. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ തൊണ്ടേ വരുന്നതാ. ഹൈപ്പോ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ വന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അതാ. ഓ ആണ്ട പറയുന്നു, അതിന്റെ അടിവേര് സഹിതം പറഞ്ഞു പോകുന്നു. പിടിച്ചോണം, അതിനെ മുറുകെ പിടിച്ചോണം. ദൈവശക്തി അടിച്ചോ. ഓ ശക്തി ഇറങ്ങുന്നു. യേശുനാഥനെ വിളിച്ചോ. ഓ ഹല്ലേലൂയ. ആണ്ടേ 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 എഴുന്നേറ്റോ, എഴുന്നേറ്റോ. നിങ്ങളുടെ വയറ്റില് 8.4 mm വലിപ്പമുള്ള ഒരു മുഴയുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുന്നു. ഓടി വരിക, ഓടി വരിക, ഓടി വരിക. ഓ അവരെ കാണുമ്പോഴേ യേശു ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, 8.4 mm വലിപ്പമുള്ള ഒരു ഗ്രോത്ത് അവരുടെ ഉദര ഇങ്ങോട്ട് ചെരിച്ചു പിടിച്ചോ. ഓ ഓപ്പറേഷൻ വെച്ചിരിക്കുക. അതിന്റെ ആ സങ്കടം ഒന്ന് കാണാൻ, അതിന്റെ ആ വിഷമം നിങ്ങളൊന്ന് കാണാൻ. എവിടുന്നാ നീ വരുന്നത്? നിന്റെ പേരെന്നാ? നിന്റെ പേരെന്നാ? സന്ധ്യ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാ രോഗസൗഖ്യം? ഈ നാട്ടിൽ മുഴുവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വൈദ്യന്മാരും മരുന്നും ഉള്ളപ്പോൾ പിന്നെ എന്തിനാ രോഗസൗഖ്യം? ഡോക്ടറുടെ അവസാനത്തെ വാക്ക് എന്നാന്നറിയോ സാറേ?
ഡോക്ടറുടെ അവസാനത്തെ വാക്ക് എന്നാന്നറിയോ? ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത്, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്, നിങ്ങളുടെ ദൈവത്തെ ഒന്ന് വിളിച്ച് നോക്ക്. അത് നമ്മൾ ആദ്യം പറയുക. ഡോക്ടർ അവസാനം പറഞ്ഞ് നമ്മൾ ആദ്യം പറയുക, നമുക്ക് ദൈവത്തെ ഒന്ന് വിളിച്ച് നോക്കാം, ഈ ദൈവം സൗഖ്യമാക്കാൻ മതിയായവനാ. കരങ്ങളെ അടിച്ചുകൊണ്ട് ഓ ഹല്ലേലൂയ. സന്ധ്യ അല്ലേ? എന്നെ പേര് സന്ധ്യ. ഓ, ഈ സന്ധ്യക്ക് തന്നെ സന്ധ്യയെ കർത്താവ് കണ്ടല്ലോ. സന്ധ്യയെ ഈ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ധ്യാനത്തിന് വന്നിട്ടുണ്ടോ സന്ധ്യ? 6 മാസം മുമ്പേ വന്നിട്ടുണ്ട്. ഓ, ഈ മകൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളേ ഉള്ളു. ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര നാളായി? മാരേജിന് മുമ്പേ മുതലുള്ളതാ. ഓ, ആണ്ടേ നോക്കിക്കോണേ, കർത്താവിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണേ, കർത്താവിൻ്റെ സർജറി നടക്കുകയാണേ. എൻ്റെ യേശുവേ, എനിക്ക് ഈ മകളെ സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു, ഞാൻ എപ്പോഴേ സൗഖ്യമാക്കിയേനെ. പക്ഷെ അങ്ങ് ഇവളെ സൗഖ്യമാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അങ്ങ് ഈ മകളെ സൗഖ്യമാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ആ ശരീരം അഴിഞ്ഞു പോകുന്നു. ഭയങ്കര സൗഖ്യമാണ്. ഈ സെക്കൻഡിൽ ഓപ്പറേഷൻ നടക്കുകയാണ്. എന്നെ അച്ചായന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് കരമൊക്കെ ഒന്ന് അടിച്ചൊന്ന് യേശുവിനെ ഒന്ന്, യേശുനാഥനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, ദേവാദി ദേവനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, പരിശുദ്ധിയിൽ ഭയങ്കരനായവനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. ചേച്ചി, ഹൈപ്പോ തൈറോയിഡിസം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. എത്ര വർഷമായി ഇതിന്റെ ട്രീറ്റ്മെന്റിലാ? 11 വർഷമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും? ഇല്ലില്ല. എവിടുന്നാ വരുന്നേ? പെരിങ്ങര എന്ന് പറയുന്നത് ഇവിടെ അടുത്ത കണ്ട. ആർക്കറിയാം? യേശുവേ നന്ദി. ഒന്ന് വിളിച്ചോ, ആ നാമത്തെ ഒന്ന് വിളിച്ചോ. അവർ കൃപയെന്നുമുള്ളത്, യേശു നല്ലവർ, സർവ്വവല്ലഭൻ, അവർ കൃപയെന്നുമുള്ളത്. യേശു നല്ലവർ, என்றென்றும் மாறாதவர், அவர் என்றென்றும் மாறாதவர். യേശു നല്ലവർ, യേശു വല്ലവർ, என்றென்றும் മാറാത്തവർ, அவர் என்றென்றும் மாறாதவர். കുരുടർ കണ്ണുകളെ തുറപ്പവർ, അവൻ நல்லவரே. செவிடர் செவிகளை തുറപ്പവർ, അവൻ நல்லவரே. കുരുടർ കണ്ണുകളെ തുറപ്പവർ, അവൻ நல்லவரേ. ചെവികളെ തുറക്കുമ്പോൾ അവൻ നല്ലവരേ. യേശു നല്ലവൻ, സർവ്വവല്ലഭൻ, അവർ കൃപ എന്നുമുള്ളത്. യേശു നല്ലവൻ, സർവ്വവല്ലഭൻ, അവർ കൃപ എന്നുമുള്ളത്. യേശു നല്ലവൻ, യേശു നല്ലവൻ, என்றென்றுം മാറാത്തവൻ, മാറാത്തവൻ. ഈ കണ്ണാടി വെച്ച സഹോദരി യേശുവേ എന്ന് വിളിച്ചോ, ഈ കുഞ്ഞ് സൗഖ്യമാകും. ആ വഴിയിലേക്ക് ചേട്ടാ കൈ ഉയർത്തിക്കേ, ബ്ലൂ ലൈൻ ഷർട്ട്, കൈ ഉയർത്തിക്കേ, സൗഖ്യമാകുന്നു. യേശുവേ എന്ന് വിളിച്ചോ, കർത്താവേ വിളിച്ചോ. ഒന്നോ രണ്ടോ ഇവിടേക്ക് സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടേക്ക് സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളെ യേശു വിടുവിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത്ഭുത മന്ത്രി, വീരനാം ദൈവം. വെരിക്കോസ് വെയിനിന്റെ അസ്വസ്ഥതയുമായിട്ട് ഞരമ്പുകൾ ഇങ്ങനെ കാലിൽ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന പോലെ അസ്വസ്ഥതയിലായിരിക്കുന്നവർ ആ ചുറ്റിക്കെട്ടിയ ഞരമ്പുകളിലേക്ക് കൈവച്ചുകൊള്ളുക. നിങ്ങളുടെ കൈ വെക്കുമ്പോൾ തന്നെ ആ ഞരമ്പുകൾ
അഴിഞ്ഞു മാറി നിങ്ങൾ സൗഖ്യമാവുകയാണ്. കാണത്തക്ക തരത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ വ്യാപരിക്കും. തരത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കും. വെരിക്കോസ് വെയിൻ്റെ പ്രശ്നത്തിലായിരിക്കുന്ന മക്കള് ഈ സമയത്ത് യേശുവേന്ന് വിളിക്കുക. നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സൗഖ്യമായിക്കോ. കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കാലുകളിലേക്ക് ആ ശക്തി ഇറങ്ങി വരുമാറാകട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവേ അങ്ങേക്ക് പല പല സൗഖ്യങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പല പാൻക്രിയാസിൻ്റെ പ്രശ്നമുള്ള ഒരു സഹോദരനെ യേശു സൗഖ്യമാക്കുന്നു. യൗവനക്കാരനാണ്, പക്ഷേ ഭക്ഷണം എന്ത് ഉദരത്തിൽ ചെന്നാലും ദഹനേന്ദ്രിയങ്ങളുടെ തകരാറ് നിമിത്തം ദഹിക്കുകയില്ല. ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള 3 പേർ ഈ ഗ്രൗണ്ടിലുണ്ട്. യേശുനാഥൻ ഇപ്പോൾ അവരെ സൗഖ്യമാക്കുന്നു. പാൻക്രിയാസിന്റെ പ്രശ്നവുമായി ഈ ഗ്രൗണ്ടിൽ ഈ പരിസരത്ത് നിൽക്കുന്ന മക്കൾ വിശ്വാസത്താൽ യേശുവേന്ന് വിളിക്കുക. നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ മഹത്വം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദഹനേന്ദ്രിയങ്ങളുടെ തകരാറുകളുമായി ഭാരപ്പെടുന്നവർ യേശുവേന്ന് വിളിക്കുക. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഈ സമയത്ത് തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുനാഥൻ അത് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കഴുത്തിൻ്റെ സൈഡിൽ, ചെവിയുടെ പുറകു മുതൽ ഇതാ ഇങ്ങനെ താഴേക്ക് ഒരു സൈഡിൽ മുഴുവൻ അസ്വസ്ഥതയിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു പറയുന്നു. കർത്താവ് അങ്ങനെയുള്ള മക്കളെ ഇപ്പോൾ തന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശുവേന്ന് വിളിക്കുക. കരങ്ങൾ ഉയർത്തി വിളിക്കുക. ഇരിക്കുന്ന അമ്മയെ വിളിച്ചേ, അവരെ വിളിച്ചേ, കൈ ഉയർത്തി പിടിച്ചേ. ഈ ഇരിക്കുന്നയാള് ഇങ്ങോട്ട് എഴുന്നേറ്റേ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നു. യേശുനാഥൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ചേച്ചി എന്നാ പേര്? ലിസി അവിടെ ഇരുന്നപ്പോ ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ വിളിക്കുന്നേ. ചേച്ചി ഈ സമയത്ത് ചേച്ചിക്ക് അറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. ചേച്ചി ഇതാ ഇവിടെ ഈ ഞങ്ങളുടെ ഈ ആദംസ് ആപ്പിൾ ഉണ്ട്, അതിന്റെ താഴെ ചേച്ചിക്ക് ഈ സ്പോട്ടില് അവിടെ ഒന്ന് കൈ വെച്ചേ. അവിടെ ഒന്ന് പിടിച്ചേ, അതിനെ ഇങ്ങനെ പിടിച്ചേ. ഓക്കെ. എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? 1 വർഷം. എവിടാ ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നേ? ചേച്ചിക്ക് വിശ്വസിക്കാൻ കഴിയുമോ അതിപ്പോ കൈ എടുക്കുമ്പോ അവിടെ കാണുകയില്ലെന്ന്? വിശ്വസിക്കാൻ കഴിയുമോ? ചേച്ചി അവിടെ ഇരുന്ന ഈ അമ്മ സൗഖ്യമാകുന്നു. ഈ അമ്മയുടെ ഇടത്തെ സൈഡില് ഈ സൈഡില് ചെവിക്കും ചെവിയുടെ താഴെയും ഇല്ലേ ചോദിച്ചു. എത്ര വർഷമായി? 10 വർഷമായി. സൗഖ്യമാണെന്ന് ചേച്ചി. അമ്മ സൗഖ്യമാണ്. യേശുവേ എന്ന് വിളിച്ചോ കേട്ടോ. യേശുനാഥൻ സൗഖ്യമാക്കുന്നു കേട്ടോ. കർത്താവിന്റെ സൗഖ്യത്തിന്റെ മഴ ഈ മകളുടെ മേൽ. ഇവരെ 2 പേരെയും യേശു തൊട്ടോണ്ടിരിക്കുകയാണ്. യേശുവേ എന്നൊന്ന് വിളിച്ചോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവിന് ആരാധന ഒന്ന് കൊടുത്തേ. യേശുവേ ആരാധന എന്നൊന്ന് പറഞ്ഞു. ആരാധന യേശുവേ എന്നൊന്ന് ആരാധന യേശുവേ എന്നൊന്ന് പറഞ്ഞു ഉറക്കെ പറഞ്ഞേ. ആരാധന യേശുവേ. ഈ ചേച്ചി ചേച്ചി സൗഖ്യമാകും. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോ തപ്പി നോക്കിക്കോണം. ആ മുഴയോടെ കാണുകയില്ല. യേശുനാഥൻ ആ തെങ്ങിന്റെ ചോട്ടിലിരിക്കുന്ന ആ മകളെ സൗഖ്യമാകും. ആ ചുരിദാറിട്ട് ആ സഹോദരി സൗഖ്യമാകും. മകളെ നീ എഴുന്നേറ്റ് നിന്നോ. അവിടെ 2 കരം ഉയർത്തി യേശുവേ. ഒരു ശക്തി അവളുടെ ശരീരത്തിലേക്ക് വന്ന് അടിക്കുന്നു. യേശുനാഥൻ അവളെ തൊടുന്നു. അഴിയുന്നു. നിങ്ങൾ കണ്ടോ? അവളുടെ തലയിൽ നിന്ന് ആ മുഖം എടുത്തു മാറ്റുന്നു യേശു. അഴിയട്ടെ. പോണു. കണ്ടേ അത് സൗഖ്യമാവുന്നു. കണ്ടേ. ഇറങ്ങിപ്പോ. ആ മകള് സൗഖ്യമാകുന്നു. അവളുടെ തലയിൽ നിന്നൊരു റിങ് യേശു എടുത്തു മാറ്റുന്നു. വോളണ്ടിയർ ചോദിച്ചേ, തലയിൽ എന്താ അവൾക്ക് പ്രയാസമുള്ളതെന്ന് ചോദിച്ചേ. സൗഖ്യമാകുന്നു. ഇപ്പോൾ തന്നെ അത് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിക്കുക മകളെ. എന്റെ അത്ഭുതത്തെ സ്വീകരിക്കുക. ആദ്യനം
അന്ത്യനും യേശു മാത്രമേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ചേച്ചി, ജെസ്സി ചേച്ചി നോക്കിയോ? ഉണ്ടോ അവിടെ? ഇല്ല. കരകളെ അടിച്ചുകൊണ്ട് യേശുവിനെ മഹത്വം കൊടുക്കുക. സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. ബ്രദറെ, നിങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. നിന്റെ പുറകെ വർഷങ്ങളായിട്ടൊരു ഭയം നടപ്പുണ്ട്. നീ ആ ഭയത്തിന്റെ പിടിയിലാണ്. യേശു നിന്നെ ഇന്ന് വിടുവിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഏതാണ്ട് നിന്റെ 17-ാമത്തെ വയസ്സ് മുതൽ നിനക്കറിയാം, ഒരു നിഴല് പിന്തുടരുന്ന പോലെ, ഒരു നിഴല് പുറകെ പിന്തുടരുന്ന പോലെ നിന്റെ പുറകെ ഉണ്ട് ഈ ഭയം, അല്ലേ? ഈ സമയത്ത് കർത്താവ് നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു മകനെ. യേശു കർത്താവ് നിന്നെ വിടുവിക്കുന്നു. എനിക്ക് നിന്നെ വിടുവിക്കാൻ കഴിവില്ല. യേശുവിന് വിടുവിക്കാൻ കഴിവുണ്ട്. കരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചോ. യേശുവേ, 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 യേശുവേ. നാടഴിഞ്ഞു വീഴുന്നു. പിടിച്ചോളാം, പിടിച്ചോളാം. വീഴിക്കല്ലേ, വീഴിക്കല്ലേ. ഇങ്ങോട്ട് തള്ളി പിടിച്ചു. എന്റെ അടുത്തോട്ട് തള്ളി പിടിച്ചു. സൗഖ്യമാവുക. ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടട്ടെ. ഭയത്തിന്റെ എല്ലാ ദണ്ഡനങ്ങളും വിട്ടുപോവാ, 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 വിട്ടുപോവാ. ഒരാളോട് ഒന്ന് പിടിക്കാൻ മണ്ണ് പറ്റിയാലും സാരമില്ല. ബന്ധനം പൊട്ടിപ്പോട്ടെ, രക്ഷപ്പെടട്ടെ. ആ മകനെ യേശുനാഥൻ വിടുവിക്കുക. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ച്. ആരായത്? ഭർത്താവാ? ഇയാള് ഭാര്യ? ഇയാളും സൗഖ്യമാവുകയാണോ? നീ ഇപ്പൊ എന്ത് ചോദിച്ചാലും യേശു നിനക്ക് വേണ്ടി ചെയ്തു തരും. നോക്ക്, കരയല്ല, കണ്ണു തുടയ്ക്ക്. നീ ഇപ്പൊ എന്ത് ചോദിച്ചാലും യേശു നിനക്ക് വേണ്ടി ചെയ്തു തരും. എന്നാ യേശുവിനോട് ഇപ്പൊ ചോദിക്കുന്നേ? കുഞ്ഞുങ്ങളില്ലല്ലേ? മക്കളില്ലല്ലേ? ഇല്ല. ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ സാക്ഷ്യം പറയാം. വാ. എന്തിയേ വാടി കൊച്ചേ, വാടി കൊച്ചേ, ഇറങ്ങി വാടി ഭാര്യയെ, ഓടി വാടി കൊച്ചേ. ഞങ്ങളുടെ സാക്ഷ്യം പറയാം, നിനക്കത് ബലമാകട്ടെ. വാ. എന്തിയാ അവള്? വിട പാടി. യേശുവേ നന്ദി. ഹല്ലേലൂയ. വലിയ സാക്ഷ്യവാ, അതുകൊണ്ടാ പറയുന്നത്. പറയാൻ മടിയില്ല കേട്ടോ. വിട പാടി. കോട്ടയത്തെ 3 ഹോസ്പിറ്റലുകൾ. ഏതൊക്കെ ഹോസ്പിറ്റലാണ് മോനെ? ഭാരത് ഹോസ്പിറ്റൽ, കാരിത്താസ് മെഡിക്കൽ സെന്റർ. 3 ഹോസ്പിറ്റലുകൾ. കുഞ്ഞിനെ ദത്തെടുത്തോ, നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാവുകയില്ല എന്ന് വിധി കൽപ്പിച്ച സമയത്ത് ഹല്ലേലൂയ, ഒന്നും ചെയ്തിട്ട് കിട്ടിയതല്ല. How old are you? 5. 6. What's your name? Angela. കണ്ടോ, കർത്താവ് തന്നതാ. ഹല്ലേലൂയ. യേശു തന്നതാ. മരുന്നിന് അസാധ്യമായിരുന്നു, പക്ഷെ കർത്താവ് തന്നതാ. ഇന്ന് നിന്റെ സങ്കടം എന്താന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റും. ഈ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ഇനി ചാത്തങ്കരിയിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് ഞാൻ വരുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാനായിരിക്കും വരുന്നത്. കർത്താവ് നിനക്ക് തലമുറയെ തരികയാണ്. ഈ മകളെ യേശു തൊടുന്ന സമയമാണ് ഇത്. എല്ലാവരും കണ്ടുവെച്ചോണം. ഇയാളുടെ പേര്, ഫോൺ നമ്പരും ഒക്കെ മേടിച്ചിട്ട് വേണേ പൊക്കോണം. നോക്കണം, ഈ മകളെ യേശു തൊടുകയാണ്. കർത്താവേ, ഈ സമയത്ത്
അവളുടെ ഗർഭപാത്രത്തെ അടച്ചു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ ആണ്ടഴിയുന്നു. വിട്ടുപോ. ആ മകൾ രക്ഷപ്പെടുന്നു. ആ കുടുംബത്തിൽ രക്ഷ വരുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഇന്ന് മക്കളില്ലാതെ ഏതെങ്കിലും കുടുംബങ്ങൾ കരഞ്ഞ് കണ്ണ് കലങ്ങി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അത്ഭുതം ചെയ്ത യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. മച്ചി എന്ന പേര് വിളി കേട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളൊരുകി യേശുവേ എന്ന് വിളിച്ചോ. ഹല്ലേലൂയ. നിങ്ങളുടെ നിരാശ യേശു എടുത്തു മാറ്റുന്ന മിനിറ്റായത്. കർത്താവ് നിങ്ങളുടെ നിരാശ എടുത്തു മാറ്റുന്ന മിനിറ്റായത്. എവിടെ നിങ്ങൾ അപമാനിക്കപ്പെട്ട് തല താഴ്ത്തിയോ അവിടെ നിങ്ങളുടെ തല ഉയരുന്ന നിമിഷങ്ങളാണ് യേശുവിന്റെ നാമത്തിൽ. അവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും അവരുടെ മേൽ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തിൽ നിന്നൊരു വലിയ വിടുതൽ കർത്താവ് അയച്ചിരിക്കുകയാണ്. ഈ അച്ചായനെ യേശു തൊടുന്നു കേട്ടോ. അച്ചായ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടല്ലേ? ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടല്ലേ? ഉണ്ടോ? സൗഖ്യമാവും. ഹാർട്ടിന്റെ ബ്ലോക്ക് കർത്താവ് തുറക്കുന്നു. ഹാർട്ട് ബ്ലോക്കുകളെ യേശു തുറക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ മിനിറ്റാണ്. ഒറ്റ വിളി അങ്ങ് വിളിച്ചോ, യേശുവേന്ന്. ഈ അച്ചായൻ സൗഖ്യമാവുക കേട്ടോ. ഹാർട്ട് ബ്ലോക്കുകളെ യേശു എടുത്തു മാറ്റുകയാണ്. ഞാൻ വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുന്ന സമയത്ത്, ഈ സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഹാർട്ട് ബ്ലോക്ക് വന്ന് അറ്റാക്ക് നിമിത്തം ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടതല്ല ഈ മകൻ. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ സാക്ഷിയാകേണ്ടവനാകയാൽ ഈ സമയത്ത് തന്നെ അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം, അടിപ്പിണരാലുള്ള ഈ പിതാവ് സൗഖ്യമാകുന്നത് കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ, യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും വിളിച്ചേ, വായി തുറന്ന് വിളിച്ചേ, യേശുനാഥാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന ആരാധന യേശുവേ, ആരാധന എന്ന് പറഞ്ഞ് സ്വീകരിച്ചേ. ഹല്ലേലൂയ, ആരാധന യേശുവേ, ഹല്ലേലൂയ, ആരാധന യേശുവേ, ഹല്ലേലൂയ, ആരാധന യേശുവേ. സൗഖ്യമാകട്ടെ, ഈ മകൻ സൗഖ്യമാകട്ടെ. അതാണ്ട് ഈ രണ്ടാമതിരിക്കുന്ന ഈ മകളും അതിന്റെ കൂടെ തന്നെ സൗഖ്യമാകുന്നു. യേശുവേന്ന് വിളിച്ചോ മകളെ, എഴുന്നേറ്റ് നിന്ന് യേശുവേന്ന് വിളിച്ചോ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്ക്, എന്തോ സൗഖ്യമാന്ന് ഈ കർത്താവിനോട് ചോദിച്ചേ. മൈഗ്രെയിൻ ഉണ്ട്. എത്ര വർഷമായി മൈഗ്രെയിൻ ഉണ്ട്? ചെറുപ്പം മുതൽ? എത്രാമത്തെ വയസ്സ് മുതലുണ്ട്? 9 വയസ്സ് മുതൽ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 39. 30 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. ചേച്ചി എന്താ പേര് ചേച്ചിയുടെ? പിങ്കി. ചേച്ചി ഈ സമയത്ത് ചേച്ചിയുടെ തലയിലേക്ക് ചേച്ചിയുടെ ആ വലത്തെ കൈ എടുത്തു വെച്ചേ. നിങ്ങളെല്ലാവരും കണ്ടോണേ, ഈ പിങ്കി എന്ന് പറയുന്ന മകളുടെ തലയിൽ നിന്ന് ഇപ്പോഴാ നുഖത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു, യേശു എടുത്തു മാറ്റുന്നു. സിജി ഒന്ന് പ്രാർത്ഥിച്ചോ. വലിയ സൗഖ്യമാത്, വലിയ ജീവനാത്, വലിയ ജീവനാത്. ആണ്ടേ മൈഗ്രെയിൻ അഴിഞ്ഞു പോകുന്നു. ഇറങ്ങിപ്പോ, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. പരിപൂർണമായ ജീവൻ ആ മകളുടെ മേൽ അടിക്കട്ടെ, പരിപൂർണമായ ജീവൻ ആ മകളുടെ മേൽ അടിക്കട്ടെ. 30 വർഷത്തെ മൈഗ്രെയിന്റെ കെട്ടുപൊട്ടുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുക. സഹോദര, നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിന്റെ മഹത്വം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വിളിച്ചോ, യേശുവിനെ വിളിച്ചോ. എഴുന്നേക്കണ്ട, ഇരുന്നോ. യേശുവേന്ന് വിളിച്ചോ. നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ മഹത്വം വരുന്നുണ്ട്. കർത്താവിന്റെ എല്ലാരും ഒന്ന് എഴുന്നേൽക്കാമോ? ഈ ഗ്രൗണ്ട് മുഴുവൻ യേശുവിന്റെ മഹത്വത്താൽ നിറയുന്നു. അച്ചായനെ യേശു തൊടുന്നു. അച്ചായ കൈ ഉയർത്തിക്കേ. അച്ചായ, യേശു നിങ്ങളെ തൊടുന്നുണ്ട് കേട്ടോ. കർത്താവിന്റെ മഹത്വം എന്റെ അടുക്കലേക്ക് ഓടി വാ, ഓടി ഇറങ്ങി വാ. ആ മകനെ കർത്താവിന്റെ മഹത്വം അടിക്കുന്നു.
യേശുവിന്റെ മഹത്വം അടിക്കുന്നു. ഓ ഹല്ലേലൂയ. അനിയച്ചാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ ഈ പ്രാണികളെല്ലാം ഒന്ന് ഓടിച്ചേക്കണം കേട്ടോ. നോൺ വെജ് തരാന്ന് പറഞ്ഞ് വിളിച്ചത് ഇതാന്ന് മനസ്സിലായില്ലായിരുന്നു. മീറ്റിങ്ങിന് വന്നാൽ നോൺ വെജ് കൂട്ടി ആഹാരം ഉണ്ടെന്ന് പറഞ്ഞ് ഇതാന്ന് എത്ര പ്രാണികളെ ഞാൻ ഇതിനോടകം തിന്നു കഴിഞ്ഞു. ഇവിടെ ഈ വയലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ. നാളെ നമുക്ക് ഇവരെല്ലാം ഒന്ന് പറഞ്ഞു വിടണം. നിങ്ങൾ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ടല്ലേ, എനിക്ക് കാണാൻ കഴിയുന്ന അവിടുന്ന് ഒക്കെ എടുക്കുന്നത്. ഹല്ലേലൂയ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ യോഗം നടക്കുമ്പോൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് കുട്ടനാടൻ ഏരിയയിലൊക്കെ വയലൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും അജയ, നിങ്ങൾ യേശുവേന്ന് വിളിച്ചോ. ഇപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ പറയുന്ന കാര്യം ഒന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ചരിത്രം മാറുന്ന മിനിറ്റായത്. ഓ ആണ്ടേ ആണ്ടേ, ഈ മനുഷ്യന്റെ മേൽ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. യേശുവേ 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 യേശുവേ. ആണ്ടേ, ചരിത്രം മാറുന്നു, ചരിത്രം മാറുന്നു. അയാളുടെ ശരീരത്തിലൂടെ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചേ. ആ നെഞ്ചിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചേ. വിജുബ്രദറെ, ആ നെഞ്ചിലേക്ക് കൈവച്ച് ഒന്ന് വന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ നിന്റെ നാമം ഏറ്റവും വലിയത്. യേശുവേ നിന്റെ നാമം ഏറ്റവും ഉയർന്നത്. യേശുനാമത്തെ ഉയർത്തി, യേശുനാമത്തെ എന്ന് വാഴ്ത്തി, യേശുനാമത്തെ എന്ന് വാഴ്ത്തി, യേശു എന്ന് ചരിത്രം മാറിയിരിക്കുന്നു. 4 രോഗങ്ങൾ ചോദിച്ചോ. 4 രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞു സഹോദര. ഒരു പുതിയ ജീവനാ നിങ്ങളുടെ മേൽ ഇപ്പോൾ തുടിക്കുന്നത്. ദാണ്ട് ആ മകള് സൗഖ്യമാകുന്ന അവിടെ കൈ ഉയർത്തിക്കേ മോളെ. 2 കൈ ഉയർത്തി കാണിച്ചേ. ഓടിവാ മുമ്പോട്ട്, ഓടിവാ ഓടിവാ. ഓ വരിക ചേച്ചി, ഇങ്ങോട്ട് വരിക. എന്താ നിങ്ങളുടെ പേര്? ബീന. ബീന അവിടെ നിന്നപ്പോൾ ബീനയെ മുമ്പോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ബീനയുടെ ഇങ്ങോട്ട് നോക്ക്, ബീനയുടെ തൊണ്ടയിൽ നിന്ന് ഞാനൊരു വലിയ കട്ടി എടുത്തു മാറ്റുകയാണ്. ബീനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ? കഴിയുമോ? ഈ മകൾക്ക് ഞാൻ ഈ സഹോദരി ആദ്യമായിട്ട് കാണുകയാണ്. ശരിയാണോ ഈ പറയുന്നത്? ഇതാ ഇവരുടെ തൊണ്ടയ്ക്കകത്ത് ക്രിക്കറ്റ് ബോൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഗ്രോത്ത് ഈ നിമിഷം അപ്രത്യക്ഷമാവുകയെന്ന് ഈ മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറയുന്നു. അവരെ സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ. വലിയൊരു അത്ഭുതമായത് അവരെ സ്റ്റേജിലേക്ക് വേഗത്തിൽ പിടിച്ചോണ്ട് വന്നാട്ടെ. വേഗത്തിൽ കൊണ്ടുവന്നാട്ടെ മക്കളെ. മഞ്ജുസെ പെട്ടെന്ന് പിടിച്ചോണ്ട് ആൾക്കാരെ കൊണ്ടുവന്നാട്ടെ ഫ്രണ്ടിലേക്ക്. പെട്ടെന്ന്. എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? കൈ അതിലോട്ട് പിടിച്ചേ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ കൈ എടുക്കുമ്പോൾ ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാകുവാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? പിതാവേ, ഞങ്ങൾക്ക് ഈ മകളെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല, എന്നാൽ അങ്ങേക്ക് ഈ മകളെ സൗഖ്യമാക്കാതിരിക്കാനും കഴിയുകയില്ല. അടിപ്പിണരാൽ ഈ മകളുടെ ശാപവും രോഗവും വഹിച്ചവനെ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. കർത്താവിന്റെ മഹത്വം ആ ശരീരത്തിലേക്ക് അടിക്കുന്നു. ആ മകള് സൗഖ്യമാകുന്നു, ആ ശരീരം സൗഖ്യമാകുന്നു, ആ മുഴകൾ അപ്രത്യക്ഷമാകുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയുക. യേശു ഈ ദേശത്ത് വന്നിരിക്കുന്നു. കർത്താവ് ഇവിടെ വന്നിരിക്കുന്നു. അവിടുത്തെ മഹത്വം ഇവിടെ വന്നിരിക്കുന്നു. വിളിക്കുന്ന ആരെയും സൗഖ്യമാക്കുവാൻ,
ആ നിൽക്കുന്ന ചേച്ചി യേശു തൊടുന്നു. അവരെ ഫ്രണ്ടിലേക്ക് ഓടി വിടുക. ഓടി വരിക. നിങ്ങളുടെ വീട്ടിലേക്ക് സമാധാന പ്രഭു കയറുന്നു. അവരുടെ വീട്ടിലേക്ക് സമാധാന പ്രഭു കയറുന്നു. അവരുടെ വീട്ടിലേക്ക് സമാധാന പ്രഭു കയറുന്നു. തപ്പി നോക്കുക, ഇങ്ങനെ പിടിക്കുക, തപ്പി നോക്കുക. ഉണ്ടോ അതവിടെ? തപ്പി നോക്ക്. ഇല്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ, ശക്തിയോടെ. ഓ, ഇത് വലിയ സൗഖ്യമാ. ഓടിക്കോ. എന്താ നിങ്ങളുടെ പേര്? റീന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. റീന, യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വിളിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരാ ഈ മീറ്റിങ്ങിന് വരുവാൻ നിങ്ങളോട് പറഞ്ഞേ? എന്റെ അമ്മ. നിങ്ങളുടെ അമ്മ എന്താ ഈ മീറ്റിങ്ങിന് നിങ്ങളോട് വരാൻ പറഞ്ഞേ? എന്റെ പൈതലിന് പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടിട്ട്. ശ്വാസം മുട്ടല്ലോ അവക്ക്. ഓ, ഈ വീട്ടിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു. ഓ ജീസസ്. ഓ, ഈ സമയത്ത് ഇടത്തെ ബ്രസ്റ്റിൽ മുഴയുള്ള ഒരാളെ ഈ സമയത്ത് യേശുവേ എന്ന് എവിടെയോ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന് ആ വ്യക്തി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇടത്തെ ബ്രസ്റ്റിൽ നിങ്ങൾക്കാണ് അതുള്ളത്. കൈവച്ചോ. ഇവരിവിടെ നിന്നപ്പെടാതെ വെളിപ്പെട്ടെ എടുത്തു മാറ്റുന്നു യേശു. കാണേണ്ടിവർ കാണുക. എനിക്കിത് ചെയ്യുന്ന സിദ്ധിയില്ല, പക്ഷെ യേശുവിന് ഇത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാൽവരി ക്രൂശിൽ സകലവും ഇവൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ യേശു. ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും. അത് അപ്രത്യക്ഷമാകുന്നു. യേശു അതിനെ എടുത്തു മാറ്റുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. യേശുനാഥൻ സ്പർശനം വരുന്നു. കർത്താവ് നിങ്ങളെ തൊടുന്നു. നിറയട്ടെ. ആ മകൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് കാണുകയില്ല. ഉറപ്പുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. യേശുവേ സൗഖ്യമാകുന്നു. ഇത് വലിയ അത്ഭുതമാ. തപ്പ്. ഓടിവാ. അങ്ങോട്ട് മാറി നിന്ന് പുറകിൽ പോയി തപ്പിയിട്ട് വാ. ഒരാളോട് ചെന്ന് തപ്പിക്കോ. അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടുന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശു കർത്താവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ മഹത്വം കൊടുക്കുക. അവിടുന്ന് ഇവിടെ വന്നിരിക്കുന്നു. ചാത്തങ്കിരി കടവിൽ യേശു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. തപ്പി നോക്കിയോ? ശരിക്കും നോക്കിയോ? ഉണ്ടോ അതവിടെ? ഞാൻ പല ദിവസങ്ങളായി ഇവിടെ വേദനയാൽ. ഇപ്പൊ അതവിടെ ഉണ്ടോ? ഇല്ല. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിനെ. നിങ്ങളുടെ പെൺകുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വാ. അവള് സൗഖ്യമാകുന്നു. ആ പെൺകുഞ്ഞ് സൗഖ്യമാകുന്നു. ഇതിനെ ഒന്നിങ്ങോട്ട് എടുത്ത് കയറ്റി. മക്കളെ കരയല്ലടാ. ജന്മനാ കുഞ്ഞിന് ആസ്മയുണ്ടോ? 1.5 വയസ്സ് തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതാ കുഞ്ഞിനെ യേശു തൊടുന്നു. അമ്മ ഇച്ചിരി പുറകോട്ട് മാറി നിന്നു. മോളെ, യേശു അപ്പച്ചൻ മോനെ തൊടുവാ കേട്ടോ. യേശുവേന്ന് വിളിച്ചാൽ മതി കേട്ടോ. കർത്താവേ, ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ അങ്ങേക്ക് കുഞ്ഞിനെ സൗഖ്യമാക്കാതിരിക്കാൻ കഴിയുകയില്ല. കാൽവരി ക്രൂശിൽ ജനിച്ച 1.5 വയസ്സ് അഴിഞ്ഞു പോകുന്നു. ആ ശരീരത്തിൽ നിന്ന് അത് പോകുന്നു.
Get out! ആ കുഞ്ഞ് സൗഖ്യമാകുന്നു. അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം ആ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് കൈവച്ചോ. ആ മോള് സൗഖ്യമാകുന്നു. യേശുനാഥൻ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. യേശുവേ നിങ്ങളുടെ കുഞ്ഞ് ആയുസ്സിൽ ഒരിക്കൽ കൂടെ, നിങ്ങളുടെ കുഞ്ഞ് ആയുസ്സിൽ ഒരിക്കൽ കൂടെ ശ്വാസമുട്ടിന്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുകയില്ല. 4 കാര്യങ്ങൾ ഈ കുഞ്ഞിവിടെ നിന്നപ്പോൾ യേശു എനിക്ക് വെളിപ്പെടുത്തി. ഒന്ന്, എല്ലാ കുഞ്ഞുങ്ങളും ഗ്രൗണ്ട് വഴി ഓടുമ്പം ഈ കുഞ്ഞ് മാത്രം ഒരു ഇരുമ്പ് തണ്ടിൽ ഒരു കോൺക്രീറ്റ് തറയിൽ പോയിരിക്കും. അതെനിക്ക് കർത്താവ് വെളിപ്പെടുത്തി. രണ്ടാമത്, പൊടിയടിക്കാൻ വയ്യ. അല്ലേ? ആണോ? പൊടിയടിക്കാൻ വയ്യ. പൊടി അടിക്കുന്ന ഉടനെ ഈ കുഞ്ഞ് വലിച്ച് ഒരു ഭ്രാന്തിയെ പോലെയായി മാറും. അസ്വസ്ഥതയാകും. ജീവൻ പ്രാണവെപ്രാളം. സത്യം. യേശുവേ സ്തോത്രം. ഞാനതിപ്പോ വ്യക്തമായിട്ട് കാണുന്നു. എന്നിട്ട് യേശു പറയുന്നു, ഇനി അത് ഈ കുഞ്ഞിന് വരികയില്ല. അസൂയയില്ലാത്തവരെ കരമടിച്ച് യേശുനാഥന് ഈ ടീഷർട്ട് ഇട്ട അച്ചായനെ യേശു സൗഖ്യമാക്കുന്നു. എന്നാ അച്ചായ പേര്? ജോയ് ചായ. ഹെരണിയ എന്ന് പറഞ്ഞ എന്താ വന്നറിയോ? ഹെരണിയ എന്ന് പറഞ്ഞ എന്താ വന്നറിയോ? ഹെരണിയ എന്ന് പറഞ്ഞ എന്താന്നറിയാമോ? അറിയാം. ഈ സൈഡില് ഹെരണിയ ഇരിപ്പുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. കർത്താവ് എടുക്കുക. ആമേൻ. യേശുനാഥൻ എടുക്കുക. ഇപ്പൊ നടക്കുക. ഇപ്പൊ കണ്ടവരെല്ലാം കണ്ടോ? ഇപ്പൊ നടക്കുക. അയ്യോ, ഈ പിതാവിനെ ഇപ്പൊ കർത്താവ് തൊടുവാ കേട്ടോ. യേശുനാഥൻ ഈ പിതാവിനെ ഇപ്പൊ തൊടുവാ കേട്ടോ. കർത്താവിന്റെ കരം ഈ മകന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛാ, എന്നതാ പേര്? പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ജോയ്. എവിടുന്നാ വരുന്നേ? മാന്നാർന്ന് വരിക ഈ മീറ്റിംഗ് കൂടാൻ വേണ്ടി. ആര് പറഞ്ഞു മാന്നാർന്ന് ഈ മീറ്റിങ്ങിന് കൂടെ? ബോർഡ് ഞാൻ അവിടെ കണ്ടു. ഇവിടെ ബോർഡ് കണ്ടു വന്നതാ. ആദ്യമായിട്ടാന്നോ കൺവെൻഷൻ കൂടുന്നേ? ആണ്. ആദ്യമായിട്ടാന്നോ? എത്ര വർഷമായി ഇതുണ്ട്? ഒന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. അച്ചായൻ എത്ര കണ്ട് അതിര് കടന്ന് ഇതിപ്പോ ഇവിടുന്ന് അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിക്കുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെയോ അച്ചായൻ്റെ വിശ്വാസത്തിൻ്റെയോ ഒന്നും ആധാരത്തിലല്ല ഈ അത്ഭുതം നടക്കുന്നത്. കർത്താവിൻ്റെ കൃപയിലാണ്, യേശുവിൻ്റെ കരുണയിലാണ്, യേശുവിൻ്റെ കരുണയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഹെരണിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ 1-2 പേരത് തൊട്ട് സാക്ഷ്യപ്പെടുത്തണം. കാരണം യേശു അത് ഇപ്പൊ ചെയ്യാൻ പോവാ. നമ്മുടെ കാണുക യേശു അത് ചെയ്യാൻ വേണ്ടി പോവാ. അച്ചായന്റെ പേരെന്നാ? ജോസഫ് കോര. എവിടുന്നാ വരുന്നത്? ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. എന്നാ ജോലി ചെയ്യുന്നത്? ഞാനൊരു സ്റ്റാഫ് നേഴ്സാണോ? ഹെരണിയുടെ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് അത് എവിടാന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ ആ സ്പോട്ട്. തൊട്ടോ? തൊട്ടു. ഇത് ഇവിടെ ഇൻക്വേനൽ ഹെർണിയ റൈറ്റ് സൈഡിലാണ്. വലിയൊരു മുഴയാണ് റൈറ്റ് സൈഡ്. ഇൻക്വേനൽ ഹെർണിയ റൈറ്റ് സൈഡ്. കൊള്ളാലോ. നീ നേഴ്സ് അല്ലേടാ? കടലയ്ക്കുള്ള ഹെർണിയ. നേഴ്സുമാരൊക്കെ വിശ്വസിക്കുവോ കർത്താവിന്റെ സൗഖ്യത്തെ? തീർച്ചയായിട്ടും വിശ്വസിക്കും. യേശുവേ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരാളൂടെ ഒന്ന് വന്ന് നോക്കിക്കേ. അത് സഹോദരനോട് ഒന്ന് 1-2 പേരൊന്ന് വന്ന് നോക്കിക്കേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അതൊന്ന് തൊടിയിച്ചേ. യേശു അതിനെ എടുക്കൂന്ന് പറയുന്നത് വെറുതെ ആണോ നോക്കട്ടെ. തൊട്ടോ? എത്ര വലിപ്പം ഉണ്ടാവും? കൈ കൊണ്ടൊന്ന് കാണിച്ചാൽ. ഇത്രയുണ്ട് എൻ്റെ അമ്മ. ഒരു മാങ്ങായുടെ വലുപ്പമുണ്ട്. എന്നാ ഞാൻ കേട്ടിക്കൊണ്ട് പോവാ. യേശുനാഥൻ അതിനെ എടുക്കുമോ നമുക്ക് നോക്കാം. സത്യമായിട്ടും ഇന്നിവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ജനാവലിയോട് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിലും പല സ്ഥലങ്ങളിലും മീറ്റിങ്ങിന് പോയിട്ട് ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് സിദ്ധി ഉണ്ടായിരുന്ന ഞാൻ എന്നെ അങ്ങ് സൗഖ്യമാക്കിയാൽ മതിയായിരുന്നല്ലോ.
ഇവിടെ എൻ്റെ സിദ്ധിയുടെ പ്രകടനമല്ല നടക്കുന്നത്. ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റവനായി വന്നിരിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്നു, അവിടുന്ന് ജീവിക്കുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നിങ്ങളാരും ദയവ് ചെയ്ത് ഈ സൗഖ്യത്തിന്റെ ഒന്നും മുമ്പിൽ ഒരു മനുഷ്യനെ കാണരുതേ. പ്ലീസ്, ഞാനല്ല ഇത് ചെയ്യുന്നേ, എന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഒരു കുഞ്ഞ് അനിയന്റെ പ്രായമേ ഉള്ള എനിക്കിത് ചെയ്യുന്ന സിദ്ധിയില്ല. ഇതിനു വേണ്ടി ഞാൻ എവിടുന്ന് ഒന്നും പോയി പഠിച്ചിട്ടുമില്ല. യേശു സൗഖ്യമാക്കിയാൽ സൗഖ്യമാകും. യേശു സൗഖ്യമാക്കിയില്ലെങ്കിൽ വന്ന പോലെ തിരിച്ചു പോകും. രണ്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യേശു സൗഖ്യമാക്കിയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ച് സൗഖ്യമാകാതെ പോകുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ മനുഷ്യൻ സൗഖ്യമാകുമ്പോൾ ഒരു കാര്യം തെളിയിക്കപ്പെടുന്നു, യേശു ജീവിക്കുന്നുവെന്ന്. അയ്യോ, മടുത്തോ എഴുന്നേറ്റ് നിന്ന്? ഇച്ചിരി നേരോടെയൊക്കെ നിൽക്കുക, എഴുന്നേക്ക്. ഓ, ഇനി എപ്പോഴാ ചാത്തങ്കരി ഇതുപോലെ ഒന്ന് കൂടുന്നേ? ഇച്ചിരി നേരോടെയൊക്കെ നമുക്കൊന്ന് നിൽക്കാം. സന്തോഷമല്ലായോ? മുട്ടിന് പ്രയാസമാണോ? കൈവെക്ക് മുട്ടയിലോട്ട്, സൗഖ്യമാകട്ടെ. അത് ആദ്യം യേശുവേ എന്ന് വിളിച്ചാട്ടെ. എന്റെ കർത്താവേ, ഈ അച്ചായൻ, ഈ അനിയച്ചാൻ അവിടെ ഇവിടെയും കൊണ്ട് ഒട്ടിച്ച പോസ്റ്റർ കണ്ടു വന്നിരിക്കുന്ന ഈ പാവം വിശ്വസിക്കുന്നു. മാങ്ങയുടെ അത്രയും വലിപ്പം ഉണ്ടെന്ന് 3 പേര് സാക്ഷീകരിച്ച ഈ ഹരണിയ ഇപ്പൊ അപ്രത്യക്ഷമാകുമെന്ന് ഇയാൾ വിശ്വസിക്കുന്നു. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. യേശുനാഥ, കർത്താവിന്റെ ശക്തി ആ മനുഷ്യന്റെ മേൽ അടിക്കുന്നു, ജീവൻ അടിക്കുന്നു. യേശുവേ ആരാധന എന്ന് എല്ലാവരും പറഞ്ഞു. യേശുവേ ആരാധന എന്ന് എല്ലാവരും പറഞ്ഞു. യേശുവേ ആരാധന. സൗഖ്യമാവുക, സൗഖ്യമാവുക, സൗഖ്യമാവുക. ഇയാളുടെ മേൽ കരണ്ട് അടിക്കുന്നു, കരണ്ട് അടിക്കുന്നു, കരണ്ട് പാസ് ചെയ്യുന്നു. ടച്ച്, 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 ടച്ച്. കർത്താവിന്റെ ശക്തി ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുന്നു. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. യേശുവേ, നിൻ കൃപകളെ ഞാൻ പാടുന്നു, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തുന്നു, ചെയ്ത നേഴ്സേ, നേഴ്സേ. യേശുവേ. എവിടെ, ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കുവൈറ്റിലെ അൽ ഹാദി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ ഹെരണി അവിടെ അപ്രത്യക്ഷമായ കുവൈറ്റിലുള്ള അത്രയും പേർക്ക് വേണ്ടി പോയി കൈവച്ച് പ്രാർത്ഥിക്കൂ. ചിരിക്കുന്നു. നിങ്ങൾ തൊട്ടതല്ലേ അത്? അതെ അതെ, ഈ പ്രതീക്ഷയില്ല അത് പോകുന്നത്. അതാ ഉണ്ട്, പൂർണ്ണമായിട്ടും പ്രതീക്ഷയുണ്ട്. അത് അപ്രത്യക്ഷമാകുന്ന പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ. ആണോ? തീർച്ചയായിട്ടും ഉറപ്പാ, 100%. എന്നാ പിന്നെ നമുക്ക് വിളിക്കാം. അച്ചായ തപ്പിക്കും. മറ്റേ ഒരു ബ്രദറോട് കണ്ടായിരുന്നല്ലോ, മോനെ വന്നേടാ, തപ്പിക്കോ. ഒരു 3-4 പേര് ആ വഴിയിൽ നിന്നും കൂടെ വന്ന് തപ്പിക്കോ. വാങ്ങിച്ചോട്ടെ, വാങ്ങിച്ചോട്ടെ, ഇനി പോരെ, വാ. ഇതിനാ മടിച്ചു നിൽക്കുന്നേ? തപ്പിക്കോ, തപ്പിക്കോ. ചെറുപ്പക്കാരാ, എന്നാ നിന്റെ പേര്? റോയ്. റോയ്. കൺവെൻഷൻ ആദ്യമായിട്ടാണോ വരുന്നേ? ഇതിനു മുമ്പ് കൺവെൻഷൻ വന്നിട്ടുണ്ടോ? എവിടെ വന്നിട്ടുണ്ട്? ഇന്നലെ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ വന്നിട്ടുണ്ട്. തപ്പിയോ മോനെ? ഇല്ല ഇല്ല ഇല്ല. തപ്പിയോ? അതെ, ആ മുഴ അവിടെ ഇല്ല. തപ്പി നോക്കിയേ, അച്ഛൻ തപ്പി നോക്കി. ഇല്ല. വഴിന്ന് വന്നയാളെ തപ്പി നോക്കി. ആ സ്പോട്ട് കാണിച്ചു കൊടുത്തേ, ആ സ്പോട്ട് കാണിച്ചു കൊടുത്തേ. കണ്ട അവിടെ. ഇല്ല ഇല്ല. It is disappeared. അച്ഛൻ വലിയ ആളാട്ടോ, ഇംഗ്ലീഷൊക്കെ അറിയാം. ഹല്ലേലൂയ. വലിയ സൗഖ്യത്തിന്റെ പെരുമഴ ഇവിടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യാൻ കഴിയാതെ ശരീരത്തിന്റെ ഒരു വശം തളർന്നു വന്നിരിക്കുന്ന മക്കൾ ആദ്യമേ തന്നെ ഈ ഗ്രൗണ്ടിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്.
യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ആ വലിയ ദൈവമഹത്വത്തെ സ്വീകരിക്കാൻ തുടങ്ങുക. കർത്താവേ നന്ദി എന്ന് പറഞ്ഞ് ആ വലിയ ദൈവമഹത്വത്തെ സ്വീകരിക്കാൻ തുടങ്ങുക. ആരൊക്കെയാണ് കൈയുടെ അസ്വസ്ഥതകളുമായി, ശരീരത്തിന്റെ ഒരു വശം മുഴുവൻ തളർന്ന് ബലഹീനമായ കൈകാലുകളുമായി വന്നിരിക്കുന്നവർ ആരൊക്കെയാണ്? ആ സ്ഥിതിയിലുള്ളവരൊന്ന് കരങ്ങളെ ഉയർത്തിക്കാട്ടെ. നിങ്ങൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ആ സ്ഥിതിയിലുള്ളവർ ആ കരങ്ങൾ ഇപ്പോൾ തന്നെ 1 2 3 4 5 6 7 8 9 10 ഈ 10 പേരും ഈ ഒരൊറ്റ മിനിറ്റിൽ സൗഖ്യമാവുകയാണ്. ഒരൊറ്റ നിമിറ്റിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചോ. നിങ്ങളുടെ സമീപത്തേക്ക് കർത്താവിൻ്റെ അതിപരിശുദ്ധ മഹത്വം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സമീപത്തേക്ക് യേശുനാഥൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. തളർന്ന കൈകളിലേക്ക് ജീവൻ പാഞ്ഞിറങ്ങട്ടെ. അസാധാരണമായ ശക്തി തളർന്ന കൈകളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഉയർത്താൻ കഴിയാത്ത മക്കൾ ആ കരങ്ങൾ ഉയർത്താൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഉയർത്താൻ കഴിയാത്ത ആ കൈകളെ ചലിപ്പിക്കാൻ തുടങ്ങിക്കോ. കൈകളെ ചലിപ്പിക്കാൻ തുടങ്ങിക്കോ. അതിനകത്തേക്ക് ജീവൻ വന്നുകൊണ്ടിരിക്കുക. അതിനകത്തേക്ക് ജീവൻ വന്നുകൊണ്ടിരിക്കുക. അതിനകത്തേക്ക് ശക്തി വന്നുകൊണ്ടിരിക്കുക. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണാടി വെച്ച് ആ സഹോദരനെ ഓടിപ്പോയി വിളിച്ചോണ്ട് വന്നാട്ടെ. ആ സഹോദരൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ആ ബ്രദർ ഓടി വന്നാട്ടെ. ആ സഹോദരൻ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തെ ഒരാളും കൂടെ പിടിച്ചോണ്ട് വന്നാട്ടെ. ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കർത്താവിന്റെ ശക്തി കയറുന്ന ഞാൻ കാണുന്നു. ആ കൈകൾ ഇപ്പോൾ ബലം പ്രാപിക്കുന്നു. യേശുവിന്റെ മഹത്വം ആ കൈകളിലേക്ക് വ്യാപരിക്കുന്നു. കർത്താവെ നന്ദി എന്ന് വിളിച്ചു പറയുക. ഒരാളോട് വേണമെങ്കിൽ പിടിച്ചോ. ഈ സമയത്ത് തന്നെ ആ മനുഷ്യന്റെ മേൽ കർത്താവിന്റെ ശക്തി വരാൻ പോകുകയാണ്. യേശുവേ നന്ദി എന്ന് പറയുക. യേശുവേ നന്ദി എന്ന് പറയുക. എന്നാ അച്ചായന്റെ പേര്? ജോർജ്. ഏത് വശത്തിനാ ബലഹീനത സംഭവിച്ചേ? ഈ കൈ വലിയ പ്രയാസം. എത്ര നാളായി ഇത്? എന്നാ സംഭവിച്ചതാ? അറിയാൻ വയ്യ. ഒരൊറ്റ മിനിറ്റിൽ യേശുവേ എന്നൊന്ന് ഉള്ളു തുറന്ന് വിളിച്ചേച്ചാ മതി. വേറെ ഒന്നും ചെയ്യണ്ട. കരയാതെ വിഷമിക്കാതെ. കർത്താവല്ലേ സൗഖ്യമാക്കുന്നേ. യേശുനാഥനല്ലേ സൗഖ്യമാക്കുന്നേ. ഇവിടെ അച്ചായനെ സൗഖ്യമാക്കാൻ വേണ്ടിയാ യേശുനാഥൻ വന്നിരിക്കുന്നേ. എത്ര നാളായി ഇതിങ്ങനെയായിട്ട്? കഷ്ടപ്പെടുക. കർത്താവേ ഞങ്ങൾക്ക് ആർക്കും ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. യേശു തൊട്ടാൽ ഈ മനുഷ്യൻ സൗഖ്യമാകും. യേശു തൊട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ സാധാരണക്കാരനായി തിരികെ പോകും. ഞങ്ങൾക്ക് ആർക്കും സൗഖ്യമാക്കാൻ കഴിയുകയില്ല. പക്ഷെ അങ്ങേക്ക് സൗഖ്യമാക്കാതിരിക്കാനും കഴിയുകയില്ല. യേശുവിന് സൗഖ്യം. ദൈവശക്തി അടിക്കുന്നു. ഈ കയ്യിലേക്ക് ദൈവശക്തി അടിക്കുന്നു. ഈ മനുഷ്യന്റെ ശരീരം കർത്താവിന്റെ ശക്തിയാൽ നിറയുന്നു. അയാളെ പിടിച്ചോണം. അയാളുടെ ശരീരം കർത്താവിന്റെ മഹത്വത്താൽ നിറയുന്നു. സൗഖ്യമാവുക. ഉയരട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് നന്നായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുക. കൈ ഉയർത്തി പിടിച്ച് ചേർത്തടിച്ച് കരങ്ങളെ അടിച്ചുകൊണ്ട് ആ കൈ ഉയർത്തി പിടിച്ച് ചേർത്തടിച്ച്. ഒരു പ്രശ്നമില്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. അതെ, ആ കണ്ണാടി വെച്ച ആ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ സഹോദരനെ യേശു വിളിക്കുന്നു. കണ്ണാടി വെച്ച ആ ബ്ലൂ ഷർട്ട് ഇട്ട ആ സഹോദരനെ യേശു വിളിക്കുന്നു. കരമുയർത്തുക ബ്രദർ. യെസ്, ഓടി വരിക സഹോദരനെ. കർത്താവിന്റെ ശക്തി ആ മകന്റെ മേൽ അടിക്കുന്നു. യേശു ആളെ തൊടുന്ന ഞാൻ കാണുന്നു. ഓ ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുക. ഇവിടെ നിന്നാ മതി. സാരമില്ല. നിങ്ങൾ അവിടെ നിന്നപ്പോൾ യേശു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യന് നട്ടലിന്റെ പ്രയാസമുണ്ട്. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. ശരിയാണോ? നട്ടലിന് പ്രശ്നമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുവാന്നോ? എവിടുന്നാ വരുന്നേ? തൊട്ടടുത്ത് തന്നെ. നിങ്ങൾ അവിടെ നിന്നപ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു എന്നോട് പറഞ്ഞു, ഡിസ്ക് പ്രൊലാപ്സ് ചെയ്തിരിക്കുകയാണ്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ശരിയാണ്. ഡിസ്ക് പ്രൊലാപ്സേഷൻ ആണ്. ഈ സമയത്ത് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന അകത്തേക്ക് കയറുക. കരമടിച്ചൊന്ന് യേശുനാഥന് മഹത്വം കൊണ്ടത്. യേശുവേ നന്ദി. ഈ മകനെ യേശു സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ.
കർത്താവേ, എനിക്ക് ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല, എന്നാൽ അങ്ങേക്ക് ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയും. അവിടുന്ന് തൊട്ടാൽ ഈ മനുഷ്യൻ സൗഖ്യമാകും, അവിടുന്ന് തൊട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ സാധാരണക്കാരനെ പോലെ തിരികെ. ഓ, അത് എന്നാ സാറേ, സാറിന്റെ പേരെന്നാ? ജോൺ ഏബ്രഹാം. ഇതിങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അന്ന് അങ്ങനെയാ ഞാൻ കാണുന്നത്, പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുക. അങ്ങനെയാണോ സ്കാനിങ്ങിൽ ഉള്ളത്? അന്ന് ഇത് എന്നാ പറ്റിയതാ ഇത്? 8 വർഷത്തോളമായി. ഓ, ഇതിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അങ്ങനെ ആണ്. ഈ ചേച്ചിയുടെ തലയുടെ ഇടത്തെ സൈഡിൽ പ്രയാസമുണ്ടെന്ന് യേശു പറയുന്നു. അടുത്ത് വരിക. ഓ, അങ്ങോട്ട് നോക്കിയപ്പോ പെട്ടെന്നത് കണ്ടതാണ്. ശരിയാണോ ഈ പറയുന്നത്? ആണോ? ശരിയാണ്. എത്ര നാളായി ഈ തലയുടെ ഇടത്തെ സൈഡിൽ പ്രയാസമുണ്ട്? 3 ആഴ്ചയായി. കർത്താവ് അതിനെ എടുത്തു മാറ്റുന്നു. തലയുടെ ഇടത്തെ സൈഡിൽ നിന്ന് ആ വേദന ഒഴിഞ്ഞു പോകുന്നു. ഈ മകൾ സൗഖ്യമാകുന്നു. ഈ എന്താ പറയണ്ടേ, ഈ ദിവസങ്ങളിൽ ഒന്നുപോലും ഈ മകൾക്ക് ഈ ഇടത്തെ വശം ചായ്ച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അല്ലേ? അല്ലേ? അതെ, വേദനയുണ്ട്. അതികഠിനമായ വേദനയാണ്. യേശുനാഥൻ അതിനെ എടുക്കുകയാണ്. ഈ രണ്ടുപേരും ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ സൗഖ്യമാവുകയാണ്. യേശുവേ നന്ദി എന്ന് എല്ലാ മക്കളും കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞു. കർത്താവേ, ഈ സാറിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മകന്റെ മേൽ അത്ഭുതകരമായ കർത്താവിന്റെ മഹത്വം, അതിപരിശുദ്ധമേറിയ ദൈവമഹത്വം വ്യാപരിച്ചിറങ്ങുമാറാകട്ടെ. അസാധ്യമായിട്ടൊന്നുമില്ലാത്ത യേശുവേ, സകലത്തെ ഇയാളെ പിടിച്ചോണം, ഇയാളെ പിടിച്ചോണം. താഴെ വീഴുന്ന ആ കസരെ പിടിച്ചിരുത്തിക്കോ, അവിടെ ഇരുത്തിക്കോ. ആള് സൗഖ്യമാകുന്നു, ആ മനുഷ്യൻ സൗഖ്യമാകുന്നു. ഈ അമ്മയുടെ മേൽ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ദാണ്ടേ അഴിഞ്ഞു പോകുന്നു. ദാ പോണു ഇറങ്ങിപ്പോകുന്നു ആ ശരീരത്തിൽ നിന്ന്. അതാ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഇത് രണ്ടും ദാണ്ട ഈ കൈയടിക്കുന്ന ഈ അമ്മയെ കണ്ടോ? കണ്ണടച്ച് കൈയടിക്കുന്ന ഈ അമ്മയെ കണ്ടോ? എന്നോട് കർത്താവ് പറയുന്നു, 19 വർഷമായി ഈ അമ്മ നട്ടലിന്റെ പ്രയാസത്തിലാണ്. ഒന്ന് അടുത്ത് കൊണ്ടുവന്ന് ചോദിക്കട്ടെ. 19 വർഷമായി ഈ അമ്മയുടെ നട്ടലിന് പ്രശ്നമുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. വരിക, എന്റെ അടുക്കലേക്ക് വരിക. ശരിയാണോ ഞാൻ ഈ പറയുന്നേ? ശരിയാ. എന്നാ പറ്റിയതാ? അത് ഞാനൊന്ന് വീണതാ. 19 വർഷമായി എന്ന് പറയുന്നത് ശരിയാണോ? അതെ. വെറ്റ് ഫ്ലോറിൽ, നനഞ്ഞ തറയിൽ തെന്നി വീണ് വലത്തെ ഇടുപ്പ് ഇടിച്ചതാ. അതെ. അതുപോലും കർത്താവ് വെളിപ്പെടുത്തുന്നു. അമ്മയുടെ പേരെന്നാ? എൽസി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടുന്നാ വരുന്നേ? കീഴ്. ആഹാ, എങ്ങനെയാ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞേ? ചേച്ചിയുടെ മോള് വിളിച്ചു പറഞ്ഞു വന്നതാ. ഓ, എൻ്റെ അമ്മേ, നിങ്ങൾ സൗഖ്യമാകുന്ന കേട്ടോ. ഈ അമ്മയെ യേശുനാഥൻ സൗഖ്യമാക്കുന്നു കേട്ടോ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥൻ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഈ അമ്മയെ യേശുനാഥൻ സൗഖ്യമാക്കുന്നു. ചാത്തങ്കരി കരയിൽ യേശു വന്നിരിക്കുന്നു. ശക്തിയോടെ ആ കരങ്ങളെ അടിച്ചുകൊണ്ട് സർവശക്തനായവനെ, സ്തുതികൾക്ക് യോഗ്യനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ഒന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്താൻ തുടങ്ങിക്കേ. യേശുവേ ആരാധനയൊന്നു പറഞ്ഞേ, യേശുവേ ആരാധനയൊന്നു പറഞ്ഞേ, യേശുവേ ആരാധനയൊന്നു പറഞ്ഞേ, കർത്താവേ ആരാധനയൊന്നു പറഞ്ഞേ. ഈ മകളുടെ ശരീരത്തിൽ നിന്ന് ഈ സെക്കൻഡിൽ തന്നെ നാസറേനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓ, ദാ ആ വേര് സഹിതം പറയുന്നു. എല്ലാരും കണ്ടോ? ദാ പോണു, ഇറങ്ങിപ്പോന്നു. അത് ഇറങ്ങിപ്പോന്നു. സൗഖ്യമാകുന്ന അമ്മ യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞു, കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. സാറേ എഴുന്നേറ്റു. നിങ്ങൾക്ക് എന്താ നേരത്തെ ചെയ്യാൻ കഴിയാഞ്ഞത് അത് മുഴുവൻ ചെയ്തു. ഇവിടെ നിന്ന് കുനിയോ വളയുവോ തിരിയുവോ എന്താ ചെയ്യാൻ പറ്റാതെ അതെല്ലാം ചെയ്തു. ഇപ്പൊ ചെയ്തു. എന്തൊക്കെ ചെയ്യാൻ പറ്റാതിരുന്ന അത് മുഴുവൻ ചെയ്തു. എന്നെ അനുഭവപ്പെടുന്നേ? വളരെ വ്യത്യാസം തോന്നുന്നുണ്ട്. വേദന ഉണ്ടോ അവിടെ? ഇല്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മഹത്വം. സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിയെ
ഈ ഗ്രൗണ്ടിലേക്ക് 3 ദിവസത്തേക്ക് ഞങ്ങൾ തുറന്നു വിടുന്നു. സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ തുറന്നു വിടുന്നു. ഈ പട്ടണത്തിൽ, ഈ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കടകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ സമുദായങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ സമുദായങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഡ്രൈവർമാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മധ്യവയസ്കർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മദ്യപാനികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. യൗവനക്കാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വൃദ്ധമാതാപിതാക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കടക്കണിയുടെ കെടുതിയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗാകുലരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ജീവദായക, കൃപയുടെ രാജാവേ, ആരാധന അങ്ങേക്ക്. ഓരോ വീടുകളിലേക്കും ആ വലിയ ദൈവമഹത്വം ഇപ്പോൾ തന്നെ പാഞ്ഞു ചെല്ലട്ടെ, അത്ഭുതങ്ങളായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. Grace, community.